കുറച്ച് തിരുവെഴുത്തുകൾ എന്റെ വശം കുറിച്ചെടുത്തിരിക്കുന്നതിൽ നിന്നും നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ എളിയ ശ്രമങ്ങളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം എന്തുകൊണ്ടാണ് ഇത്രമാത്രം വിചിത്രവും വച്ചുവെക്കുന്നവരുമാണെന്ന് വളരെയധികം ജനങ്ങൾ ആശ്ചര്യപ്പെടാറുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ജനങ്ങൾ സാധാരണയായി കാണാറുള്ള കൺവെൻഷനുകളിൽ നിന്നും ഇതൊരുവിധം വ്യത്യസ്തപ്പെട്ട തരത്തിലുള്ള ഒന്നാണ്. സാധാരണ എല്ലാ കാര്യങ്ങളും ഒരുവിധം മുറിച്ചുണക്കിയ രൂപത്തിലാണ്. എന്നാൽ നാം ഈ കൺവെൻഷനുകളിൽ വരുമ്പോൾ, അവർ ആദ്യമായി ഇത് തുടങ്ങിയതിന്റെ ശേഷം എനിക്കിതൊരു വിശേഷ അവസരമായി കിട്ടാൻ തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. നാം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കഷ്ടിച്ചേ നമുക്കറിയാവുള്ളൂവെങ്കിൽ നാം ഉടനെ വന്ന് നമ്മെ തന്നെ സമർപ്പിക്കണം. നമുക്ക് ചെയ്യാൻ അറിയാവുന്നതായിട്ടുള്ള ഓരോ കാര്യം അത് മാത്രമാണ്. അതിനുശേഷമുള്ളത് ദൈവം നോക്കിക്കൊള്ളും. അതുകൊണ്ട് അത് നമ്മെ ഒരു വിശേഷമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളാക്കുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങളെല്ലാം വാസ്തവത്തിൽ വളരെ വിചിത്ര വസ്തുക്കളാണ് എന്ന് കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ പറഞ്ഞു. കൊള്ളാം, ഞങ്ങൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒരു കൺവെൻഷനെ കുറിച്ച് ഞാൻ ഓർക്കുന്നു. ഒരിക്കൽ ഒരു ജർമ്മനിക്കാരൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിനെ കുറിച്ച് സഹോദരൻ ട്രോയ് എന്നോട് പറയുകയായിരുന്നു. അടുത്ത ദിവസം അവൻ ജോലി ചെയ്തിരുന്ന കടയിൽ അവൻ കൈകൾ ഉയർത്തിയിട്ട് ദൈവത്തെ സ്തുതിക്കുകയും അന്യഭാഷയിൽ സംസാരിക്കുകയും അങ്ങനെയെല്ലാം അത്യന്തമായി ചെയ്തുകൊണ്ടിരുന്നു. അവസാനം അവന്റെ ബോസ് വന്നിട്ട് ചോദിച്ചു, ഹൈനി, നിനക്ക് എന്താണ് പറ്റിയിരിക്കുന്നത്? ഓ, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, എന്റെ ഹൃദയം ആനന്ദത്താൽ കവിഞ്ഞൊഴുകുന്നു എന്നവൻ പറഞ്ഞു. ഓ ശരിയാണ്, നീ അവിടെ താഴെയുള്ള ഒരു കൂട്ടം നട്ടുകളോടൊപ്പം കൂടെ ആയിരുന്നിരിക്കണം എന്നയാൾ പറഞ്ഞു. അതെ, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, ആ നട്ടുകൾക്ക് വേണ്ടി കർത്താവിന് നന്ദി ഉണ്ടായിരിക്കട്ടെ എന്നവൻ പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, ഈ വഴിയിൽ കൂടി കടന്നു വരുന്ന ഒരു മോട്ടോർ വാഹനത്തെ നിങ്ങൾ എടുക്കുക, എന്നിട്ട് അതിന്റെ നട്ടുകൾ മുഴുവൻ അതിൽ നിന്ന് എടുത്തു കളയുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൂട്ടം എങ്ക അല്ലാതെ മറ്റ് യാതൊന്നും കിട്ടുകയില്ല. അത് മിക്കവാറും ശരിയായ ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്കറിയാമോ, ഒരു ദിവസം കാലിഫോർണിയയിൽ വെച്ച് ഞാൻ ലോസ് ആഞ്ചലസിന്റെ തെരുവിൽ കൂടി പോകുകയായിരുന്നു. അവിടെ വെച്ചൊരു മനുഷ്യന്റെ നെഞ്ചത്തായിട്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഒരു മൂടനാകുന്നു എന്ന് എഴുതിയിരുന്നു. എല്ലാവരും അയാളെ നോക്കുകയും അവൻ കടന്നുപോയതിനു ശേഷം ആളുകൾ തിരിഞ്ഞിട്ട് പിന്നെയും അയാളെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാനോർത്ത് ഞാനും ബാക്കിയുള്ളവരുടെ കൂടെ പിന്തുടർന്ന് കളയാം. അവന്റെ പിന്നിലായി ഇപ്രകാരം ചോദിച്ചിരുന്നു, നിങ്ങൾ ആരുടെ മൂടനാണ്? നിങ്ങൾക്കറിയാമോ, നാം എല്ലാവരും തമ്മിൽ ഒരുവൻ മറ്റൊരുവനോട് ഒരു വിധത്തിൽ വിചിത്രമായിരിക്കുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ, ലോകം അതുമാതിരിയുള്ള ഒരു ജീവിത രീതിയിലായിട്ട് ചില വ്യത്യസ്തമായ കാര്യങ്ങൾ അതിനെ അത്രമാത്രം വിചിത്രമാക്കി കളയുന്നു. അത് അത്രയുമായിട്ട് ഇതെന്തോ തെറ്റാണെന്ന് ജനങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. കൂടാതെ സാധാരണയായി ദൈവത്തിന് ജനങ്ങളെ തിരികെ വേദപുസ്തകത്തിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരുന്നതിനായി അത്രമാത്രം അസാധാരണമായി എന്തോ ഒന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു. നോഹ അന്ന് ജീവിച്ചിരുന്നതായ ശാസ്ത്രീയ ലോകത്തിന് ഒരു തരത്തിലുള്ള ഒരു നട്ടായിരുന്നുവെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. കാരണം ആകാശത്തിൽ വെള്ളമില്ല എന്നവർക്ക് തെളിയിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ അവിടെ അതുണ്ടെന്ന് ദൈവം പറഞ്ഞിരിക്കുകയും അതിനാൽ നോഹ അത് പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിൽ കൂടെ അവൻ ഒരു നട്ടായി തീർന്നു. കൂടാതെ മോശ മിസ്രൈമിലേക്ക് കടന്നു ചെന്നപ്പോൾ ഫറവോന് അവൻ ഒരു രീതിയിലുള്ള നട്ടായിരുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ ഓർക്കുക, ഫറവോനും അവനൊരു നട്ടായിരുന്നു. അങ്ങനെ നാം അത് മനസ്സിലാക്കുന്നു. കൂടാതെ യേശുവിനെ പോലും ഒരു മതഭ്രാന്തൻ എന്ന് പരിഗണിച്ചിരുന്നു. അത് ശരിയാണ്. മാർട്ടിൻ ലൂതർ കത്തോലിക്ക സഭയ്ക്ക് ഒരു നട്ടായിരുന്നു. ജോൺ വെസ്ലി ആംഗ്ലിക്കൻ സഭയ്ക്ക് ഒരു നട്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ, ഇപ്പോൾ വേറൊരു നട്ടിനുള്ള സമയമായിരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? എന്നാൽ ഒരു നട്ടിന് മുമ്പേ അതിനെ പിരിച്ചു കയറ്റുവാൻ ആദ്യമായി അവിടെ ഒരു ബോൾട്ടിന് ആവശ്യമുണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ, നോഹ ഒരു നട്ടായിരിക്കെ ഒരു നട്ടെടുക്കുക, അത് ബോൾട്ടിനെ വലിക്കുന്നു, എന്തെങ്കിലും തമ്മിൽ വലിച്ചു ചേർത്തിട്ട് എന്തിനെങ്കിലും തമ്മിൽ ഒരുമിച്ച് പിടിപ്പിക്കുന്നു. അതിനാൽ നോഹ ഒരു നട്ടായിരിക്കെ വിശ്വസിക്കുന്നവരെ എല്ലാം ആ പെട്ടകത്തിലേക്ക് ന്യായവിധിയിൽ നിന്നും വലിച്ചെടുക്കുന്നതിന് കഴിവുള്ളവനായിരുന്നു. മോശ ഒരു നട്ടായിരിക്കെ സഭയെ മിസ്രൈമിൽ നിന്നും വലിച്ചെടുക്കുന്നത് നാം കാണുന്നു. അത് ശരിയാണ്. സഭയിൽ നിന്ന് മണവാട്ടിയെ വലിച്ചെടുക്കുന്നതിനായി ഇപ്പോൾ നമുക്കൊരു നട്ടിനെ ആവശ്യമായിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒന്ന് ആവശ്യമായിരിക്കുന്നു. അങ്ങനെ നാം വളരെ വിചിത്രമായ തരത്തിൽപ്പെട്ട ആളുകളാണ്. അതിനാൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇതിനെ സംബന്ധിക്കുന്നതായ ചില വേദഭാഗങ്ങൾ ഞാൻ വായിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും എന്ന് ഞാൻ ഓർത്തു. എന്നിട്ട് നാം എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള വിചിത്രമായ ജനങ്ങളാണെന്ന് കുറച്ചു നേരം ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ തിരുവചനത്തിൽ നിന്നും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-8 വരെയും കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-6 വായിക്കാനായി നമുക്ക് തിരിക്കാം. എന്നിട്ട് നാം വിശ്വസിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനത്തെ നമുക്ക് വായിക്കാം. ഇപ്പോൾ നാം വായിക്കുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണങ്ങാം.
കൃപയേറിയ സ്വർഗസ്ഥനായ പിതാവേ, ഈ കാലഘട്ടത്തിൽ ജീവിക്കാനായി വാസ്തവത്തിൽ വിശേഷ അവസരം ലഭിച്ച ജനങ്ങളാണ് ഞങ്ങൾ. കൂടാതെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കാണുവാനും യേശു തന്റെ സഭയ്ക്ക് വേണ്ടി വരാൻ പോകുന്ന സമയം വളരെ അടുത്ത് സമീപിച്ചിരിക്കുന്നു എന്നറിയുന്നതിനും അത് കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ രോമാഞ്ചം കൊള്ളിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ പേജുകളിലേക്ക് ഞങ്ങൾ തിരിക്കുമ്പോൾ ഈ പാഠത്തിൽ നിന്നും സന്ദർഭോചിതമായ ഒരു പാഠം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ഇഷ്ടവും നല്ലതുമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വെളിപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിനായി ഞാൻ ചോദിക്കുമെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാധാരണയായി ഞാൻ ചില വിചിത്രമായ കാര്യങ്ങളാണ് ചോദിക്കാറുള്ളത്. ഞാൻ എന്തെങ്കിലും അത്രമാത്രം വിചിത്രമായതല്ല ചോദിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ നാം ദേശീയ കൊടിക്ക് ഭക്തി കാണിക്കുമ്പോൾ നാം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ദേശീയ പതാക കടന്നു പോകുമ്പോൾ നാം എഴുന്നേറ്റ് നിൽക്കുന്നു. അത് നാം ചെയ്തിരിക്കണം. അതിനെ അഭിവാദ്യം ചെയ്യുന്നതിനായി എഴുന്നേറ്റ് നിൽക്കുന്നു. ഇപ്പോൾ നാം വചനം വായിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3:6. Who has made us able ministers of the New Testament, not of the letter, but of the Spirit. For the letter killeth, but the Spirit giveth life. But if the ministration of death, written and engraved on stones, was glorious, so that the children of Israel could not steadfastly behold the face of Moses for the glory of his countenance, which glory was to be done away, how shall not the ministration of the Spirit be rather glorious? Or if the ministration of condemnation be glorious, such more does the ministration of righteousness exceed in glory. Or even that which was made glorious had no glory in this respect by reason അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായതെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതെ, തേജസ്സോട് കൂടിയത്. ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗത്ഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടുപോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെ ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ മേൽ കിടക്കുന്നു. കർത്താവിംഗിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അതിനുശേഷം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-8 വരെ ഇപ്രകാരം നാം വായിക്കുന്നു. If there be therefore any consolation in Christ, if any comfort of love, any fellowship of the Spirit, if any bowels of mercy, fulfill ye my joy, that ye be like-minded, having the same love, being in one accord and one mind. Let nothing be done through strife or vain glory. ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയുമുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലെയുമുണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏകസ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണവും കൂടി നോക്കണം. ക്രിസ്തുവേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസസ്വരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father, this great word സ്വർഗീയ that പിതാവേ, has been അങ്ങയുടെ read വിശുദ്ധ എഴുത്തുകളിൽ tonight നിന്നും from ഈ our മഹത്തായ holy വചനം ഇന്ന് രാത്രിയിൽ വായിക്കപ്പെട്ടിരിക്കുന്നു. Make it ഇത് so ഞങ്ങളുടെ real ഹൃദയങ്ങളിലേക്ക് to our അത്രമാത്രം hearts that we വാസ്തവമുള്ളതാക്കിയിട്ട് will go from here ഞങ്ങൾ ഇവിടെ like നിന്ന് those പോകുമ്പോൾ going from ഇമ്മാവുസിൽ നിന്നും Emmaus, പോകുന്നവർ പറഞ്ഞതുപോലെ, saying, "Did not our hearts അവൻ വഴിയിൽ burn നമ്മോട് within us സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ as he നമ്മുടെ taught ഹൃദയം us along ഉള്ളിൽ the road?" കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് പറയാൻ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. Now, this is a very ഇപ്പോൾ ഇത് വളരെ odd വിചിത്രമായ ഒരു text. പാഠമാണ്. എന്നാൽ ഈ അവസരത്തിന് വേണ്ടി ഇത് വളരെ യോജിച്ചതാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. I want to speak on the subject of സർവശക്തനായ ദൈവം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വിഷയത്തിന്മേൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Now, since there has been man, there has been a hunger. ഇപ്പോൾ മനുഷ്യനുണ്ടായിരിക്കെ തൊട്ടേ മനുഷ്യന്റെ ഹൃദയത്തിലും അവൻ എവിടെ നിന്നാണ് വന്നതെന്നും കൂടാതെ ഇവിടെ ആയിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നും എവിടെയാണ് പോകുന്നതെന്നും കണ്ടുപിടിക്കാനുള്ള വിശപ്പ് അവനിലുണ്ടായിരിക്കുന്നു. അതിനുത്തരം പറയാൻ ഒരുവന് മാത്രമേ കഴിയുകയുള്ളൂ. അത് അവനെ ഇവിടെ കൊണ്ടുവന്നവനാകുന്നു. മനുഷ്യൻ എപ്പോഴും ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. പിൻകാലങ്ങളിൽ പഴയ നിയമകാലത്ത് ദൈവം സ്വയം തന്നെ അവിശ്വാസികളിൽ നിന്ന് മറച്ചിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. ജനങ്ങളുമായിട്ട് ദൈവത്തിന് ഒരു വളരെ വിചിത്രമായ രീതിയിലുള്ള ഇടപഴകലാണുള്ളത്. ദൈവം അവിശ്വാസികളിൽ നിന്നും തന്നെ സ്വയം ഒളിച്ചു വെക്കുകയും വിശ്വാസികൾക്ക് തന്നെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം അപ്രകാരം ചെയ്യുന്നു. യേശു പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞു. അതിനാൽ ദൈവം തന്റെ സ്വഭാവത്തെ ഒരിക്കലും മാറ്റുന്നില്ല എന്ന് നാം കാണുന്നു. കൂടാതെ അവൻ എല്ലായ്പ്പോഴും തന്റെ പ്രവൃത്തി അതുപോലെ തന്നെ ചെയ്യുന്നു. കൂടാതെ മലാഖിയുടെ 3-ാം അധ്യായത്തിൽ യഹോവയായി ഞാൻ മാറാത്തവൻ എന്നവൻ പറയുന്നതായി നാം കാണുന്നു. അതിനാൽ അവൻ എല്ലാ സമയത്തും ഒരേ തത്വത്തിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ബൈബിളിലെ ഏറ്റവും പഴയ ഒരു പുസ്തകം നമുക്ക് എടുക്കാം. ഇയ്യോബ് അവന്റെ കാലത്തുണ്ടായിരുന്ന മനുഷ്യരിൽ വെച്ച് ഏറ്റവും നീതിമാനും ദൈവത്തിന്റെ കൽപ്പനകളെ പാലിക്കുന്നതിൽ നിഷ്കളങ്കനുമായിരുന്നു. അവൻ ദൈവത്തിന്റെ ഒരു ദാസനും ശ്രേഷ്ഠനും ആദരണീയവനുമായ ഒരു ദാസനായിരുന്നിട്ട് അവനെ പോലെ ഭൂമിയിൽ ആരും തന്നെ ഇല്ലല്ലോ എന്ന് ദൈവം പറഞ്ഞു. എന്നാൽ ഒരു വട്ടം ദൈവത്തെ കാണുവാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. ഒരു ദൈവമുണ്ടായിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞിരിക്കുകയും അവനെ കാണുവാനുള്ള ആഗ്രഹം അവനിലുണ്ടായിരുന്നു. അല്ലാത്ത പക്ഷം അവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് വാതിലിൽ മുട്ടിയിട്ട് ഞാൻ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. നാം തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് പോലെ അവനോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. നമുക്കൊരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് നാം ഈ കൺവെൻഷനുകളിലേക്ക് ഒത്തൊരുമിച്ച് കടന്നു വരികയും നമ്മുടെ വിചാരങ്ങളെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. നാം തമ്മിൽ ഒരുവൻ മറ്റൊരുവനോട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം തമ്മിൽ മറ്റൊരുവനെ നല്ലവണ്ണം മനസ്സിലാക്കുന്നു. ഒരു ശുശ്രൂഷകൻ അത് ചെയ്യാറുണ്ട്. എല്ലാ തരത്തിൽപ്പെട്ട ജീവിതത്തോടു കൂടിയ ആളുകളും അത് ചെയ്യാറുണ്ട്. തമ്മിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഇയ്യോബിന് ദൈവം അത്രമാത്രം വാസ്തവികമായിരുന്നു. ഇയ്യോബിന് അവന്റെ വാതിൽക്കൽ ചെന്ന് മുട്ടുവാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും അവനുമായി ഒരു കൂടിക്കാഴ്ച നടത്തുവാൻ കഴിയുമെങ്കിലോ എന്ന് കണ്ടുപിടിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ദൈവം അവനോട് സംസാരിച്ചിരുന്നുവെന്ന് നാം കാണുന്നു. എന്നാൽ ദൈവം മറഞ്ഞിരുന്നു. അവനൊരു ചുഴലിക്കാറ്റിന്റെ രൂപത്തിൽ മറഞ്ഞിരുന്നു. നീ അരമുറുക്കിക്കൊള്ളുക എന്നവൻ അവനോട് പറഞ്ഞു. ഒരു പുരുഷനെ പോലെ അവൻ അവനോട് സംസാരിക്കാൻ പോകുകയായിരുന്നു. അവനൊരു ചുഴലിക്കാറ്റിൽ വന്നിട്ട് അവനോട് സംസാരിച്ചു. ചുഴലിക്കാറ്റിൽ കൂടി ദൈവം ഇയ്യോബിന് വെളിപ്പെടുത്തിയിരുന്നു എന്നിരിക്കലും അവൻ ദൈവത്തെ ശരിക്കും കണ്ടിരുന്നില്ല. കാറ്റടിക്കുകയും മരങ്ങളിൽ ചുറ്റിത്തിരിയുന്നതുമേ അവന് കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ചുഴലിക്കാറ്റിൽ നിന്നും ശബ്ദം വരികയും ചെയ്തിരുന്നു. എന്നാൽ ദൈവം ചുഴലിക്കാറ്റിൽ നാം ആഫ്രിക്കയിൽ സൗത്ത് ആഫ്രിക്കയിൽ ഇത് കാണുന്നു. അവർ അമോയ എന്ന വാക്കുപയോഗിക്കുന്നു. അതിന്റെ അർത്ഥം ഒരു കാണപ്പെടാത്ത ശക്തി എന്നാകുന്നു. ഈ കാണപ്പെടാത്ത ശക്തിക്ക് ചുഴലിക്കാറ്റിനുള്ളിൽ ഒരു കേൾക്കപ്പെടാവുന്ന ശബ്ദമുണ്ട്. അത് ഇയ്യോബിനോട് സംസാരിച്ചു എന്നിരിക്കലും അവൻ ഒരിക്കലും അവന്റെ രൂപത്തെ കണ്ടിരുന്നില്ല. എന്നാൽ ചുഴലിക്കാറ്റിനാൽ ദൈവം അവനെ മറഞ്ഞിരുന്നു. വേദപുസ്തകത്തിലെ ഒരു മഹാനായ പ്രവാചകനായ മോശയെ നാം പഴയ നിയമത്തിൽ കാണുന്നു. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടതും ഇഷ്ടപ്പെട്ടതും മുൻനിയമിക്കപ്പെട്ടതുമായ ദാസന്മാരിൽ ഒരുവനായ അവനും ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ ദൈവവുമായിട്ട് അത്രമാത്രം അടുത്തായിരുന്നിട്ട് അവന്റെ മഹത്വവും ഗൂഢാർത്ഥവുമായ കൈ വളരെയധികം കാര്യങ്ങൾ അവന്റെ മുമ്പിൽ ചെയ്തത് അവൻ കാണുകയും ചെയ്തിരുന്നു. കൂടാതെ ആ കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഒരു ദിവസം അവൻ അവനെ കാണാൻ ആഗ്രഹിക്കുകയും ദൈവം അവനോട് നീ പോയി ആ പാറമേൽ നിൽക്കുക എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പാറയിൽ നിൽക്കുമ്പോൾ ദൈവം കടന്നുപോയത് അവൻ കണ്ടു. അവൻ അവന്റെ പിൻഭാഗത്തെ കണ്ടു. ഇത് കാഴ്ചയ്ക്ക് മനുഷ്യനെ പോലെ ഉണ്ട് എന്നവൻ പറഞ്ഞു. ഒരു മനുഷ്യന്റെ പിൻഭാഗം പോലെയായിരുന്നു.
എന്നിരിക്കലും അവൻ ദൈവത്തെ കണ്ടില്ല, എന്നാൽ ദൈവത്തിന്റെ മൂടുപടം മാത്രമേ കണ്ടിരുന്നുള്ളൂ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ബൈബിൾ പറയുന്നു. അതിനാൽ മോശെ അവനെ മനുഷ്യനെ പോലെയുള്ള ഒരു മറയിൽ കണ്ടു. കൂടാതെ പഴയ നിയമത്തിലെ യഹോവ പുതിയ നിയമത്തിലെ യേശുവാണെന്ന് നാം കണ്ടിരിക്കുന്നു. ഡോക്ടർ സ്കോഫീൽഡ് ഇവിടെ ആ വാക്കിനെ ഒരു രൂപത്തിൽ നിന്നും മാറുന്നു എന്ന് ഉപയോഗിച്ചിരിക്കുന്നതായി നാം കാണുന്നു. ഗ്രീക്ക് ഭാഷയിൽ അത് എൻമോർഫെ എന്നും അതിന്റെ അർത്ഥം കാണപ്പെടാത്തതിനെ കാണപ്പെടാവുന്നതാക്കിയിരിക്കുന്നു എന്നും കാണുന്നു. എന്തെങ്കിലും ഒന്ന് അതവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. അത് കാണാൻ കഴിയുമായിരിക്കുന്നില്ല, എന്നിരിക്കലും അതവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ അവൻ തന്റെ എൻമോർഫയുടെ രൂപത്തെ മാറ്റിയപ്പോൾ അതിന്റെ അർത്ഥം അവൻ അമാനുഷികതയിൽ നിന്നും പ്രകൃതിയാലുള്ളതിലേക്ക് മാറ്റി എന്നാകുന്നു. അപ്പോൾ അവൻ തന്റെ മുഖം മൂടി മാറ്റുക മാത്രം ചെയ്തു. അല്ലാത്തപക്ഷം ഇതൊരു നാടകം പോലെയാണ്. അവൻ അവിടെ അഭിനയിക്കുകയായിരുന്നു. ഗ്രീക്കിൽ അവർ മുഖംമൂടി മാറ്റുമ്പോൾ ചിലപ്പോൾ ഒരു കളിയേ ഉണ്ടായിരിക്കുള്ളൂ. അതിൽ ഒരു കഥാപാത്രം തന്നെ പലതരം ഭാഗങ്ങൾ അഭിനയിച്ചിട്ടുണ്ടായിരിക്കാം. എന്റെ മകൾക്ക് അവൾ ഇവിടെ ഇരിപ്പുണ്ട്. അവളുടെ ഹൈസ്കൂളിൽ അവൾക്കൊരു നാടകമുണ്ടായിരുന്നു. എനിക്കറിയാവുന്ന ഒരു കുട്ടി തന്നെ ഏകദേശം 4 ഭാഗങ്ങൾ അവൻ അഭിനയിച്ചിരുന്നു. എന്നാൽ മറ്റൊരു കഥാപാത്രത്തെ അനുകരിക്കുന്നതിന് വേണ്ടി അവൻ സ്റ്റേജിന്റെ പിന്നിലേക്ക് പോവുകയും തന്റെ വേഷം മാറ്റുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മശിഹ എന്തായിരിക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ള പഴയ നിയമത്തിലെ പ്രവചനങ്ങളെ എടുക്കുകയാണെങ്കിൽ അത് യേശുവിന്റെ ജീവിതവുമായി താരതമ്യപ്പെടുത്താനും യേശു ആരായിരുന്നുവെന്ന് ശരിക്കും അറിയാനും കഴിയും. അവനൊരു സാധാരണപ്പെട്ടവനായ ഒരു മനുഷ്യനായില്ലായിരുന്നു. അവന് എൻമോർഫയായ ദൈവമായിരുന്നു. അവൻ അമാനുഷികതയിൽ നിന്നും മനുഷ്യന്റെ പ്രാകൃതിക രൂപത്തിലേക്ക് മാറപ്പെട്ടിരുന്നു. അപ്പോഴും അവൻ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതും മനുഷ്യ ശരീരത്തിന്റെ മൂടുപടത്താൽ ആവരണം ചെയ്യപ്പെട്ടതുമായിരുന്നു. അങ്ങനെ നിങ്ങൾ പഴയ നിയമത്തെ ശ്രദ്ധിക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു സമ്മിശ്ര പുരുഷാരത്തോടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. നാം ഇത് കണ്ടുപിടിക്കുന്നതിനാണ് ഇവിടെ ആയിരിക്കുന്നത്. നാം എന്താണ് ചെയ്യുന്നത്? എവിടെയാണ് നാം എത്തിച്ചേരുക? എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഇതെല്ലാം അർത്ഥമാക്കുന്നത്? ഇപ്പോൾ യഹൂദന്മാരായ സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ അവരുടെ മന്ദിരത്തിലുള്ള റബ്ബിമാരും കടന്നുപോയി കഴിഞ്ഞിരിക്കുന്ന ദിവസങ്ങളിൽ വേദപുസ്തകത്തിലെ പ്രവചനങ്ങളെ ആചാര്യ മര്യാദകൾക്ക് പകരം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ യേശു ആരായിരുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നേനെ. അവർ ഒരിക്കലും അവനെ ബിയൽസബൂബ് എന്ന് വിളിക്കുകയില്ലായിരുന്നു. അവർ അവനെ ഒരിക്കലും ക്രൂശിക്കുകയില്ലായിരുന്നേനെ. എന്നാൽ ഇതെല്ലാം അഭിനയിക്കേണ്ടിയിരിക്കുന്നു. ഇത് നാടകത്തിന്റെ ഭാഗങ്ങളാണ്. ഈ വിഷയത്തിൽ അവർ അന്ധരാക്കപ്പെട്ടു. ഇന്ന് രാത്രിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ധാരാളം സ്ത്രീകളും പുരുഷന്മാരും, ചിലപ്പോൾ എന്റെ പ്രായത്തിലുള്ളവരും അല്ലെങ്കിൽ എന്നെക്കാളും പ്രായം ചെന്നവർക്കും ഇതറിയാം. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, അമേരിക്കയിൽ ചൈനക്കാർ, എന്റെ സഹോദരൻ അവരെ ഞാൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിചയപ്പെടുത്തി തന്നിരുന്നു. അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. അവർ അലക്കിശാല നടത്തിയിരുന്നു. നിങ്ങളുടെ തുണികൾ അലക്കി കിട്ടുന്നതിന് വേണ്ടി അവർ അവരുടെ അലക്കിശാലയിലേക്ക് പോകും. ഈ ചൈനക്കാരായ അലക്കുകാരൻ ഒരു കട്ടിയുള്ള കടലാസ് കഷ്ണം എടുത്തിട്ട് ഒരു പ്രത്യേക രീതിയിൽ അത് കീറും. അതിന്റെ ഒരു ഭാഗം നിങ്ങൾ എടുക്കുകയും മറ്റേ ഭാഗം അവരെടുക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ തിരികെ വന്ന് നിങ്ങളുടെ സാധനത്തെ അവകാശപ്പെടുമ്പോൾ ഈ 2 കടലാസിന്റെ തുണ്ടുകൾ തമ്മിൽ യോജിച്ചിരിക്കണം. അത് ശരിക്കും നല്ലതായ രീതിയിൽ തമ്മിൽ യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു രീതിയിലും അതിനെ അനുകരിക്കാൻ പറ്റുകയില്ല. കാരണം അതിന്റെ ഒരു കഷ്ണം അയാളുടെ കയ്യിലും മറ്റത് നിങ്ങളുടെ വശമാകുന്നു. അഥവാ അത് അനുകരിക്കപ്പെട്ടാൽ പിന്നെ നിങ്ങളുടേതായ എല്ലാം അവകാശപ്പെടാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. ഈ ഉടമ്പടിയുടെ മറ്റേ വശത്തെ നിങ്ങൾ കൈവശപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ സ്വന്തമായതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. അതേപോലെ തന്നെയാണ് ഇന്ന് രാത്രിയിലും നമുക്ക് ആ ഉടമ്പടിയുടെ മറ്റേ ഭാഗം കിട്ടിക്കഴിയുമ്പോൾ ദൈവം തന്റെ പുത്രനെ കാൽവരിയിൽ വെച്ച് 2ആയി കീറിയപ്പോൾ ശരീരത്തെ ഒരു ബലിയായിട്ട് മുകളിലേക്ക് എടുക്കുകയും ആത്മാവിനെ നമുക്ക് വേണ്ടി താഴേക്ക് അയക്കുകയും ചെയ്തു. അത് യേശു എന്ന ആ മനുഷ്യനിൽ ജീവിച്ചിരുന്നു. അതേ ദൈവം പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ മറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇവിടെയായിരിക്കുന്നു. ആ കീറപ്പെട്ട 2 ഭാഗങ്ങൾക്കും തമ്മിൽ ഒരുമിച്ച് കൂടേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ ഉടമ്പടിയുടെ ഒരു ഭാഗമാകുന്നു. മനുഷ്യനെ നല്ലതായി അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി അവൻ സ്വയം മനുഷ്യനായി വെളിപ്പെട്ടപ്പോൾ ദൈവം ഇത് ചെയ്തു. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഞാനൊരു കഥ വായിച്ചിരുന്നു.
It said a great noble ഈ കഥയിൽ king. ഒരു വലിയ കുലീനമായ രാജാവ്, ഞാൻ ആ രാജാവിന്റെ പേര് ഓർക്കുന്നില്ല, ഈ കഥയെക്കുറിച്ച് പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല. Perhaps ഇതൊരു പക്ഷേ ഒരു ഭാവനാ സൃഷ്ടിയായിരിക്കാം. എന്നാൽ ഇത് നാം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പശ്ചാത്തലമുണ്ടാക്കി തരുന്നു. this king ഈ രാജാവ് അത്രമാത്രം കുലീനനായ ഒരു രാജാവും തന്റെ പ്രജകളോട് അത്രമാത്രം വലിയ സ്നേഹമുള്ളവനുമായിരുന്നു. അങ്ങനെയായിട്ട് ഒരു ദിവസം തന്റെ കാവൽ ഭടന്മാരുടെയും തന്റെ രാജകുടുംബാംഗങ്ങളുടെയും മുമ്പിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, today you അടുത്ത see വളരെ me വർഷങ്ങളോളം for the വരെയും last ഇന്ന് time. നിങ്ങൾ എന്നെ അവസാനമായിട്ടാണ് കാണാൻ പോകുന്നത്. And his guard and his nobles അവന്റെ ഭൃത്യന്മാരും പ്രഭുക്കന്മാരും said to him, അവനോട്, രാജാവേ, "Good king, നീ എന്താണ് അങ്ങനെ അത് why പറയുന്നതെന്ന് do you ചോദിച്ചു. say that? Are you going to a foreign താങ്കൾ country ഏതെങ്കിലും വിദേശ somewhere? രാജ്യത്ത് ഒരു വിദേശിയാകുവാൻ പോവുകയാണോ? He said, "No, അദ്ദേഹം I'm പറഞ്ഞു, അല്ല, staying ഞാൻ right ഇവിടെ തന്നെ here." താമസിക്കാൻ പോവുകയാണ്. He said, "I'm എന്നിട്ട് going പറഞ്ഞു, out ഞാൻ എന്റെ amongst പ്രജകളുടെ my ഇടയിലേക്ക് subjects. പോവുകയാണ്. ഞാനൊരു I'm going to കർഷകനാകാൻ become a പോവുകയാണ്. peasant. ഞാനൊരു മരം വെട്ടുകാരനോടൊപ്പം പോയി ഒരു മരം വെട്ട പോവുകയാണ്. ഞാനൊരു കിളയ്ക്കുന്നവനോടൊപ്പം പോയിട്ട് ഭൂമി കിളയ്ക്കാൻ പോവുകയാണ്. I am going to ഞാൻ prune മുന്തിരി the വെട്ടി vines നന്നാക്കുന്നവന്റെ with കൂടെ those പോയി who മുന്തിരി prune വെട്ടി the vines. നന്നാക്കാൻ പോവുകയാണ്. I'm going to be one of them. അവരെന്താണ് ചെയ്യുന്നതെന്നുള്ളതുമായി ഒരു നല്ല പരിചയം പ്രാപിക്കുന്നതിനായി ഞാൻ അവരിൽ ഒരുവനെ പോലെയാകാൻ പോവുകയാണ്. And I love them. ഞാൻ അവരെ സ്നേഹിക്കുന്നു. ഞാൻ വ്യക്തിപരമായിട്ട് അവരുമായി കൂടുതൽ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു. They won't know me, but yet I want അവർ to എന്നെ be അറിയില്ല acquainted എന്നിരിക്കലും with them ആ in രീതിയിൽ that അവരുമായി way. പരിചയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And the next morning when അടുത്ത ദിവസം രാവിലെ അവന്റെ ജനങ്ങളെല്ലാം, അതായത് കൊട്ടാരത്തിലെ ആളുകളെല്ലാവരും അവനെ പ്രതിനിധികളും take off his crown and lay it down upon the seat അവന്റെ കിരീടം എടുത്തിട്ട് അവന്റെ സിംഹാസനത്തിൽ വെക്കുകയും and take his robe off and put on അവന്റെ രാജകീയ വസ്ത്രങ്ങൾ ഊരിയിട്ട് ഒരു കർഷകന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് അവൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടു. Now in that little story we find out then ഈ ചെറിയ കഥയിൽ നാം ദൈവത്തെക്കുറിച്ച് കാണുന്നു. അവർ രാജാവിനോട്, രാജാവേ, ഞങ്ങൾക്ക് നിന്നെ വേണം, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, നീ ഞങ്ങളുടെ രാജാവായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ തന്റെ ജനങ്ങളെക്കുറിച്ച് നല്ലവണ്ണം അറിയുന്നതിന് വേണ്ടി അവൻ അവരെ പോലെ ആകാൻ ആഗ്രഹിച്ചിരുന്നു. അതിനാൽ അവൻ വാസ്തവത്തിൽ എന്തായിരുന്നുവെന്ന് അവർ നല്ലതുപോലെ അവനെ മനസ്സിലാക്കാനിടയാകും. അവൻ വാസ്തവത്തിൽ എന്താകുന്നുവെന്ന് അത് അവർക്ക് പ്രദർശിപ്പിച്ചു കൊടുക്കും. and that's what God അത് തന്നെയാണ് did. ദൈവം ചെയ്തത്. He changed himself from being Jehovah യഹോവയായ God, ദൈവത്തിൽ നിന്നും നമ്മിൽ ഒരുവനായി തീരാൻ അവൻ സ്വയം അവനെ തന്നെ മാറ്റി. that he might അതിനാൽ അവന് കഷ്ടമനുഭവിക്കുവാനും suffer, he മരണത്തെ might രുചിക്കുവാനും taste കഴിയുകയും death. He might know മരണത്തിന്റെ what the വിഷമുള്ള sting of എന്താണെന്ന് death അറിയുവാൻ was, കഴിയുകയും and take the മരണത്തിന്റെ penalty ശിക്ഷയെ of സ്വയം death തന്റെ മേൽ upon എടുക്കാൻ കഴിയുകയും himself. ചെയ്യും. He laid aside his crown and his robe. അവൻ തന്റെ കിരീടവും വസ്ത്രങ്ങളും ഒരു വശത്തേക്ക് വെച്ചിട്ട് നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നു. He washed feet with the അവൻ എളിയവരോടൊപ്പം കാലുകളെ കഴുകി. he ദരിദ്രരോടൊപ്പം അവൻ അവരുടെ കൂടാരങ്ങളിൽ വസിച്ചു. He slept in the വേണ്ടത്ര woods and in the ആനുകൂല്യങ്ങൾ streets സിദ്ധിക്കാത്തവരോടൊപ്പം as those who അവൻ were കാടുകളിലും unpopular. തെരുവുകളിലും ഇറങ്ങി. He become one of us. നാം എങ്ങനെയാണെന്ന് നല്ലതുപോലെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവൻ നമ്മെ പോലെ ഒരുവനായി തീർന്നു. And that we might understand അതിനാൽ him. നമുക്ക് അവനെ നല്ലവണ്ണം മനസ്സിലാക്കാൻ കഴിയും. Now, I think ഇപ്പോൾ അതിൽ, in that അതായത് we ഞാൻ find വിചാരിക്കുന്നു, out അവൻ the ചെയ്തതായ change in സ്വയം himself, മാറ്റത്തിൽ എന്താണ് what അവൻ he did. ചെയ്തത്? If you'll notice, he came നിങ്ങൾ in the ശ്രദ്ധിക്കുകയാണെങ്കിൽ name of അവൻ three 3 sons. പുത്രന്മാരുടെ പേരിൽ വന്നു. He came in the name of the Son of Man. അവൻ മനുഷ്യപുത്രന്റെ നാമത്തിലും ദൈവപുത്രന്റെ നാമത്തിലും ദാവീദിന്റെ പുത്രന്റെ നാമത്തിലും വന്നിരുന്നു. He came as Son of Man. അവൻ മനുഷ്യപുത്രന്റെ രൂപത്തിൽ വരികയും യഹസ്കേൽ 2:3 യഹോവ സ്വയം യഹസ്കേൽ പ്രവാചകനെ മനുഷ്യപുത്രൻ എന്ന് വിളിക്കുന്നു. മനുഷ്യപുത്രൻ എന്ന് വെച്ചാൽ ഒരു പ്രവാചകൻ എന്നർത്ഥം വയ്ക്കുന്നു. മോശ ആവർത്തന പുസ്തകം 18:15 പറഞ്ഞിരിക്കുന്നതിനെ നിവർത്തിക്കാനായി അവൻ ആ രീതിയിൽ വരേണ്ടിയിരിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു തരും. അവൻ സ്വയം അവനെ തന്നെ ദൈവപുത്രൻ എന്ന് വിളിച്ചിരുന്നില്ല, അവൻ സ്വയം അവനെ മനുഷ്യപുത്രൻ എന്ന് സൂചിപ്പിച്ചിരുന്നു. കാരണം അവന് തിരുവെഴുത്ത് പ്രകാരം വരേണ്ടിയിരുന്നു. ശ്രദ്ധിക്കുക, ആ കീറിയ കടലാസിന്റെ 2 കഷ്ണവും അവൻ ഉണ്ടാക്കേണ്ടിയിരുന്നു. പഴയ നിയമ പ്രവചനവും തന്റെ സ്വന്തം സ്വഭാവവും യഥാർത്ഥമായും ഒന്നായിരിക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ അവന് മനുഷ്യപുത്രന്റെ രൂപത്തിൽ വരേണ്ടിയിരിക്കുന്നു. അതിനുശേഷം അവന്റെ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും കഴിഞ്ഞിട്ട് പെന്തിക്കോസ്ത് ദിവസം അവൻ ദൈവപുത്രനെ പോലെ വരുന്നതായി നാം കാണുന്നു. ആത്മാവാകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ വന്നു. എന്തായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത്? അവൻ അവനെ തന്നെ മാറ്റുകയായിരുന്നു. വേറൊരു വിധത്തിലുള്ള രൂപത്തിലാക്കിക്കൊണ്ട് തന്നെ തന്നെ ജനങ്ങൾക്ക് വെളിപ്പെടുത്തുകയായിരുന്നു. അതിപ്രകാരം പരിശുദ്ധാത്മാവ്, അത് ദൈവം സ്വയം തന്നെയാകുന്നു. അവൻ ദൈവപുത്രനായിട്ട്, അതായത് പരിശുദ്ധാത്മാവായിട്ട് സഭാകാലഘട്ടങ്ങളിൽ കൂടി ഇടപെടുവാനായി വന്നു. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ അവൻ ദാവീദ് പുത്രനെ പോലെ രാജാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ വാഴുവാനായി വരും. അവന് ദാവീദിന്റെ സിംഹാസനം എടുക്കേണ്ടിയിരിക്കുന്നു.
അവനിപ്പോൾ പിതാവിന്റെ സിംഹാസനത്തിലായിരിക്കുന്നു. അതിനുശേഷം അവൻ പറഞ്ഞു, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. അങ്ങനെ അവൻ 1000 ആണ്ട് കാലത്ത് ദാവീദ് പുത്രനായിരിക്കും. എന്താകുന്നു ഇത്? ഒരേ ദൈവം തന്നെ എല്ലാ സമയത്തും തന്റെ മുഖംമൂടി മാറ്റുക മാത്രം തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു ഭർത്താവാകുന്നു. ദാവീദ് പുത്രനോട് കരുണയുണ്ടാകണമേ എന്ന് സൂറഫിനിക്കാരിയായ സ്ത്രീ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു. അതവനെ ഒട്ടും അലട്ടിയില്ല. അങ്ങനെ അവൾക്ക് അവനെ വിളിക്കേണ്ട യാതൊരു അവകാശവും അവൾക്കല്ലായിരുന്നു. ദാവീദ് പുത്രനെ പോലെ അവൾക്ക് യാതൊരു അവകാശവും അവനിലില്ലായിരുന്നു. അവൻ യഹൂദന്മാർക്കാണ് ദാവീദ് പുത്രനായിട്ടുള്ളത്. എന്നാൽ അവൾ അവനെ കർത്താവേ എന്ന് വിളിച്ചപ്പോൾ, കാരണം അവൻ അവളുടെ കർത്താവായിരുന്നു, അപ്പോൾ അവൻ ചോദിച്ചത് അവൾക്ക് കിട്ടി. അങ്ങനെ അവൻ സ്വയം മാറുക മാത്രമായിരുന്നു. ഇപ്പോൾ എന്റെ വീട്ടിൽ ഞാൻ 3 വ്യത്യസ്തമായ ആളുകളാകുന്നു. എന്റെ വീട്ടിൽ ഒരു ഭർത്താവായിട്ട് എന്റെ ഭാര്യയ്ക്ക് എന്റെ മേൽ അവകാശങ്ങളുണ്ട്. ഇവിടെ ആയിരിക്കുന്ന എന്റെ മകൾക്ക് ഒരു ഭർത്താവിനെ പോലെ യാതൊരു അവകാശവും എന്റെ മേലില്ല. ഞാൻ അവളുടെ പിതാവാകുന്നു. അവിടെ ആയിരിക്കുന്ന എന്റെ കൊച്ചുമകന് ഞാനൊരു വലിയപ്പനാകുന്നു. അതിനാൽ അവൻ എന്നെ പിതാവെന്ന് വിളിക്കാൻ യാതൊരു അവകാശവുമില്ല. ഞാൻ അവന്റെ പിതാവല്ല, എന്റെ പുത്രനാണ് അവന്റെ പിതാവ്. ഞാൻ അവന്റെ വലിയപ്പനാകുന്നു. എന്നിരിക്കലും ഞാൻ ഇപ്പോഴും അതേ വ്യക്തി തന്നെയാണ്. And God, what He does, He just changes Himself. അങ്ങനെ തന്നെ ദൈവവും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവൻ സ്വയം തന്നെ തന്നെ ആ തലമുറയ്ക്കും അതിലെ ജനങ്ങൾക്കും സ്വയം വെളിപ്പെടുത്തുന്നതിനായി തന്നെ തന്നെ മാറ്റുന്നു. അത് കണ്ടുപിടിക്കുന്നതിനായിട്ടാണ് നാം ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്നത്. അതായത് ഈ ജനങ്ങളോട് ഈ സമയത്ത് ദൈവം ഏത് രീതിയിലാണ് സ്വയം വെളിപ്പെടുത്താനായി വിചാരിക്കുന്നത്. അവൻ തന്റെ മുഖംമൂടി മാറ്റുന്നു, അവൻ തന്റെ പ്രവൃത്തികളെ മാറ്റുന്നു, എന്നാൽ അവൻ തന്റെ പ്രകൃതത്തെ മാറ്റുന്നില്ല. അവൻ തന്റെ സ്വഭാവത്തെ മാറ്റുന്നില്ല. അവൻ തന്റെ മുഖംമൂടി ഒരു രൂപത്തിൽ നിന്നും വേറൊരു രൂപത്തിലേക്ക് മാറ്റുക മാത്രം ചെയ്യുന്നു. അവൻ ഇത് ചെയ്യുന്നത് ജനങ്ങൾക്ക് കൂടുതൽ വിശദമായി തന്നെ തന്നെ പ്രകടിപ്പിക്കുന്നതിനും അതിനാൽ അവൻ ആരാകുന്നുവെന്നും അവൻ എന്താകുന്നുവെന്നും അവർക്കറിയാൻ കഴിയുന്നതിനും വേണ്ടി മാത്രമാണ്. എബ്രായർ പുസ്തകം 1 നാം വായിക്കുന്നു, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് തന്റെ പുത്രനായ യേശുവിൽ കൂടി നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പ്രവാചകന്മാർ എന്നുള്ളതിന് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവർ ദേവന്മാരാകുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ടുള്ളവരെ നിങ്ങൾ ദേവന്മാരെന്ന് പറഞ്ഞുവെങ്കിൽ തിരുവെഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ എന്നവൻ പറഞ്ഞു. എങ്കിൽ അവൻ ദൈവപുത്രനായിരിക്കെ അവനെ നിങ്ങൾക്ക് എങ്ങനെ കുറ്റം വിധിക്കാൻ കഴിയും? ദൈവത്തിന്റെ വചനം ഓരോ കാലത്തേക്കുമായി അതെന്തായിരിക്കുന്നു എന്ന് വീതിച്ചു കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കൂ. കൂടാതെ എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണം യേശുവായിരുന്നു. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അത് അവനിലായിരുന്നു. യോസഫിലുണ്ടായിരുന്നത് അവനായിരുന്നു, ഏലിയാവിലുണ്ടായിരുന്നത് അവനായിരുന്നു, മോശയിലുണ്ടായിരുന്നത് അവനായിരുന്നു, ഒരു ത്യജിക്കപ്പെട്ട രാജാവായി ദാവീദിലുണ്ടായിരുന്നത് അവനായിരുന്നു. തന്റെ സ്വന്തം ജനങ്ങളാൽ അവനൊരു രാജാവായിട്ട് തിരസ്കരിക്കപ്പെട്ടു. അങ്ങനെ അവൻ രാജാങ്കണത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ അവന്റെ സർക്കാരിനെയും അവന്റെ സമ്പ്രദായത്തെയും ഇഷ്ടപ്പെടാത്ത കഷ്ടപ്പെട്ട ഒരു വ്യക്തി അവിടേക്ക് കടന്നു വന്നു. എന്നിട്ട് അവൻ അവന്റെ മേൽ തുപ്പി. അപ്പോൾ അവന്റെ ഭൃത്യന്മാരിൽ ഒരുവൻ വാളൂരിയിട്ട് എന്റെ യജമാനായ രാജാവിന്റെ മേൽ തുപ്പുന്ന ഇവന്റെ തലവെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞു. ദാവീദ് ആ സമയത്ത് ചിലപ്പോൾ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. എന്നാൽ അവൻ അഭിഷേകം ചെയ്യപ്പെട്ടവനായിരുന്നു. അവനെ ഒറ്റയ്ക്ക് വിട്ടേക്കൂ, ഇങ്ങനെ ചെയ്യുന്നതിനായി യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ മലമുകളിലേക്ക് കയറി ചെന്നിട്ട് യെരുശലേമിനെ നോക്കി ഒരു തിരസ്കരിക്കപ്പെട്ട രാജാവായിട്ട് കരഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുവോ? അതിന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ദാവീദിന്റെ പുത്രൻ തെരുവുകളിൽ വെച്ച് തുപ്പുകൊള്ളപ്പെടുകയും അതേ മരമുകളിൽ ഇരുന്നുകൊണ്ട് ആ ത്യജിക്കപ്പെട്ട രാജാവ് യെരുശലേമിനെ നോക്കി കരഞ്ഞു. യെരുശലേമെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്മേൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അവൻ തന്റെ സ്വഭാവത്തെ ഒരിക്കലും മാറ്റിയിട്ടില്ല, കാരണം അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെയെന്ന് എബ്രായർ 13:8 പറയുന്നു. നമുക്ക് വേണ്ടി മരിച്ചിട്ട് നമ്മെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുന്നതിനായി ദൈവം ജഡമായി തീർന്നു. ആ കാരണത്താലാണ് അവൻ സ്വയം അവനെ തന്നെ ഒരു മനുഷ്യനായി മാറ്റിയത്. യവനന്മാർ അവനെക്കുറിച്ച് കേട്ടിരുന്നതായി നാം വിശുദ്ധ യോഹന്നാൻ 12:20 കാണുന്നു. അവനെ കാണുന്നതിന് വേണ്ടി അവരുടെ ഹൃദയം കത്തുന്നില്ലെങ്കിൽ ആർക്കും അവനെ പിന്നെ കാണാൻ കഴിയുകയില്ല. അതിതുപോലെ ഇയ്യോബും പഴയ നിയമകാലത്തെ പ്രവാചകന്മാരും അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഈ യവനന്മാർ അവനെ കാണുവാനായി വന്നു. അവർ ബേത്സയിദക്കാരായ ഫിലിപ്പോസിന്റെ അടുക്കൽ വന്നിട്ട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. യവനന്മാർ അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു, എന്നാൽ അവർക്കത് അസാധ്യമായിരുന്നു, കാരണം അവൻ അവന്റെ മനുഷ്യത്വത്തിന്റെ മന്ദിരത്തിലായിരുന്നു. ദൈവം ക്രിസ്തുവിലായിക്കൊണ്ട് ലോകത്തെ തന്നോട് നിരപ്പിക്കുകയായിരുന്നു.
അങ്ങനെ ഇവിടെ ഈ യവനന്മാർക്ക് അവനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് നാം കാണുന്നു. കൂടാതെ അതിന് കുറച്ചു സമയശേഷം യേശു അവരോട് പ്രകടിപ്പിച്ച വാക്കുകളെ ശ്രദ്ധിക്കുക. ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കുമെന്ന് അവൻ പറഞ്ഞു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ അപ്പോഴായിരുന്ന ആ മാറ്റപ്പെട്ട മുഖംമൂടിയിൽ അവർക്കൊരിക്കലും അവനെ കാണാൻ സാധ്യമല്ല. കാരണം അവൻ മനുഷ്യ ശരീരത്തിന്റെ മറയിലായിരുന്നു. എന്നാൽ ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് കഴിയുമ്പോൾ അതെല്ലാ വർഗത്തെയും കൊണ്ടുവരും. ആ സമയത്ത് അവൻ തീർച്ചയായും യഹൂദന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നു അയക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ഗോതമ്പ് മണി മണ്ണിൽ വീണിരിക്കണം. മനുഷ്യ ശരീരത്തിൽ ദൈവം മൂടപ്പെട്ടിട്ട് അവിശ്വാസികളിൽ നിന്ന് മറയപ്പെട്ടിരിക്കുകയും എന്നാൽ വിശ്വാസികൾക്ക് വെളിപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. യോഹന്നാന്റെ 1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായ അവന്റെ തേജസ്സായി കണ്ടു. ഇപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു. ഒരു വചനം എന്നാൽ ഒരു വിചാരത്തിന്റെ പ്രകടനമാകുന്നു. ആദിയിൽ അവൻ ദൈവം പോലും ആയിരുന്നില്ല. നമ്മുടെ ഇംഗ്ലീഷ് വാക്കിൽ ഇന്ന് ദൈവം എന്ന് വെച്ചാൽ ആരാധനയ്ക്കുള്ള ഒരു വസ്തു എന്ന് അർത്ഥമാക്കുന്നു. അത് മനസ്സിനെ എത്രമാത്രം കുഴയ്ക്കുന്ന ഒരു കാര്യമാകുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ദൈവമാക്കാൻ കഴിയും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നെടുത്തിട്ട് അതിനെ ദൈവമാക്കാൻ കഴിയും. എന്നാൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ ആദിയിൽ ദൈവം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏലോഹിം എന്നാകുന്നു. ഇലോഹിം എന്ന് വെച്ചാൽ സ്വയം നിലവിലിരിക്കുന്നവൻ എന്നർത്ഥമാകുന്നു. ഏലോഹിം എന്ന വാക്കും നമ്മുടെ ദൈവം എന്ന വാക്കും തമ്മിൽ എത്രമാത്രം വ്യത്യാസമാണുള്ളത്. ഏലോഹിം എന്ന് വെച്ചാൽ സ്വയം നിലവിലിരിക്കുന്നവൻ എന്നർത്ഥമാകുന്നു. നമുക്ക് സ്വയം നിലവിലിരിക്കാൻ പറ്റുകയില്ല. നമുക്ക് സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായിരിക്കാൻ കഴിയുകയില്ല. ആ ഏലോഹിം ഇതിനെയെല്ലാം വെളിപ്പെടുത്തി കാണിക്കുന്നു. നമുക്കതായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തെ ഉണ്ടാക്കുന്നതായ ആ മരമോ അല്ലെങ്കിൽ ആ കെട്ടിടമോ സ്വയം നിലവിലിരിക്കുന്നതല്ല. അതിനാൽ ആദിയിൽ ദൈവം ജീവനും നിത്യനുമായിരുന്നു. അവനിൽ ഗുണങ്ങൾ ഉണ്ടായിരിക്കുകയും ആ ഗുണങ്ങൾ വചനങ്ങളായി തീരുകയും വചനം ജഡമാകുകയും ചെയ്തു. യേശു ഒരു വീണ്ടെടുപ്പുകാരനായിരുന്നു. വീണ്ടെടുക്കുക എന്ന് വെച്ചാൽ തിരികെ കൊണ്ടുവരിക എന്നർത്ഥമാകുന്നു. അങ്ങനെ അത് തിരികെ കൊണ്ടുവരണമെങ്കിൽ അതെവിടെയെങ്കിലും തിരികെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, എല്ലാ മനുഷ്യർക്കും ഇതൊരിക്കലും കാണുവാൻ സാധിക്കുന്നില്ല. കാരണം എല്ലാ മനുഷ്യരും ആദിയിൽ ദൈവത്തിന്റെ വിചാരങ്ങളിൽ ഇല്ലായിരുന്നു. നോക്കൂ, ആ പുരോഹിതന്മാരെ നോക്കൂ. അവർ സ്വയം അവനെ തന്നെ ശരിക്കും വചനവുമായിട്ട് അവൻ എന്തായിരുന്നു എന്ന് പ്രകടിപ്പിച്ചത് അവർ കണ്ടപ്പോൾ അത് ബേൽസെബൂബാണെന്ന് അവർ പറഞ്ഞു. അത് അവരുടെ പ്രകൃതം എവിടെ നിന്നായിരുന്നു എന്നതിനെ അത് കാണിക്കുന്നു. അത് ആ ദിവസത്തെ ആധുനിക ചിന്താഗതിയിലായിരുന്നു. എന്നാൽ അവൻ വാതിൽക്കൽ വെച്ച് കണ്ടുമുട്ടിയ വേശ്യാസ്ത്രീയോട് അവളുടെ കാര്യങ്ങളെ അവൻ പറയുകയും അവൾ എന്താണ് ചെയ്തതെന്ന് തന്റെ മിശിഹായുടെ അടയാളത്താൽ അവൾക്ക് പ്രകടിപ്പിക്കുകയും അങ്ങനെ അവൻ ചെയ്തപ്പോൾ യജമാനനെ, നീ പ്രവാചകനാണെന്ന് ഞാൻ കാണുന്നു. മച്ചിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരുമെന്ന് അവൾ പറഞ്ഞു. അവൾ അവനെ മശിഹായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനായിട്ട് തിരിച്ചറിയുകയായിരുന്നു. കാരണം അവൻ തിരുവെഴുത്തിലെ യോഗ്യതകളെയെല്ലാം കണ്ടുമുട്ടിയിരുന്നു. നിങ്ങളത് കാണുന്നില്ലേ? ആ കടലാസിന്റെ 2 കഷണങ്ങളും തമ്മിൽ ഒരുമിക്കുകയായിരുന്നു. അവിടെ മശിഹ വരുമ്പോൾ ഞങ്ങൾക്കറിയാം, ചിലപ്പോൾ ഒരു വാർപ്പുകാരനെ പോലെ ഒരു പ്രത്യേക മണിമുഴക്കം കിട്ടുന്നതിനു വേണ്ടി ദൈവത്തിന് അതും ഇതും തമ്മിൽ അന്യോന്യം ചേർക്കേണ്ടിയിരുന്നിട്ടുണ്ടായിരിക്കണം. എന്നാൽ യേശു തിരിഞ്ഞിട്ട് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാകുന്നു മസിഹ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ബിയൽസെബൂബിന്റെ യാതൊരു പ്രകടനവുമില്ലായിരുന്നു. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടിച്ചിട്ട് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുവീൻ, ഇത് ക്രിസ്തു തന്നെ ആയിരിക്കുന്നില്ലേ എന്ന് പറഞ്ഞു. പഴയ നിയമത്തിലെ തിരുവെഴുത്തിനോടുകൂടെ യേശു അവൾക്ക് കൊടുത്തിരുന്നതായ അനുഭവങ്ങളെ ഇടുമ്പോൾ എന്താണ് അവിടെ അത് ചെയ്തത്? എന്താണത് ചെയ്തത്? അത് മശിഹായെ ഉണ്ടാക്കി. കൂടാതെ നിങ്ങൾ ശ്രദ്ധിച്ചുവോ, പെട്ടെന്ന് തന്നെ അവളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ ആദിയിലെ അവൾ വീണ്ടെടുക്കപ്പെടേണ്ടിയവളായിരുന്നു. കാരണം അവൾ ആദിയിൽ തന്നെ ദൈവത്തിന്റെ വിചാരങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവളെ അത് വീണ്ടെടുക്കുകയും അല്ലെങ്കിൽ തിരികെ കൊണ്ടുവരികയും ചെയ്തു. അവൻ എന്തായിരുന്നുവെന്നും അവൻ എന്താകുന്നുവെന്നും യഹോവയെ വെളിപ്പെടുത്തുന്നതായ തിരുവെഴുത്ത് പ്രകടിക്കപ്പെട്ടത് അവൾ കണ്ടപ്പോൾ അവൾ വീണ്ടെടുക്കപ്പെട്ടു. യേശു വന്നപ്പോൾ അവൻ നോഹയുടെ സന്ദേശവുമായിട്ട് വന്നിരുന്നെങ്കിൽ അത് പ്രാവർത്തികമായിരുന്നില്ല. ഒരു പെട്ടകമുണ്ടാക്കുകയും അത് ഒഴുക്കുകയും ചെയ്യുക, അത് പ്രാവർത്തികമായിരിക്കുന്നില്ല. എന്നാൽ നോഹ ദൈവത്തിന്റെ ഒരു ഭാഗമായിരുന്നു. അവനൊരു വിചിത്ര രീതിയിൽ പ്രവർത്തിച്ചു. എന്തുകൊണ്ടെന്നാൽ അവൻ വിചിത്രതയുള്ളവനായിരുന്നു. അവന്റെ സന്ദേശവും വിചിത്രമായതായിരുന്നു. കാരണം അത് വചനം വെളിപ്പെട്ട് പ്രകടമായതായിരുന്നു. അവന് മോശയുടെ സന്ദേശവുമായിട്ട് വരാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ അത് പ്രാവർത്തികമായിരുന്നില്ല.
Moses was God. മോശ ദൈവത്തിന്റെ ഒരു ഭാഗം വെളിപ്പെട്ട് പ്രകടമായതായിരുന്നു. അവൻ ആ നാഴികയിലേക്കുള്ള വചനം പ്രകടമായതായിരുന്നു. എന്നാൽ യേശുവിന് അതിൽ വരാൻ കഴിയുകയില്ലായിരുന്നു. അവൻ ആ രീതിയിൽ വരുമെന്ന് വേദപുസ്തകം ഒരിക്കലും പറയുന്നില്ല. എന്നാൽ അവൻ വന്ന് വെളിപ്പെട്ടപ്പോൾ നിയമം അവൻ വെളിപ്പെടുമെന്ന് പറഞ്ഞിരുന്ന അതേ രീതിയിൽ തന്നെയായിരുന്നു. അപ്പോൾ വീണ്ടെടുക്കപ്പെടേണ്ടിയവരായി ഉണ്ടായിരുന്നവരെല്ലാം അത് വിശ്വസിച്ചു. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിന്റെ വിചാരങ്ങളിലായിരുന്നു. ആദിയിൽ തൊട്ടുണ്ടായിരുന്ന അവന്റെ ഗുണങ്ങൾ ജഡമാകപ്പെടുകയും വീണ്ടെടുക്കാവുന്നതാകുകയും ആയിരുന്നിട്ട് ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എന്തുകൊണ്ടെന്നാൽ അവർ മോചിക്കാവുന്നവരായിരുന്നു. അവർ ആദ്യം തൊട്ടേ അതിന്റെ പ്രകടനത്തിലായിരുന്നു. നമുക്കതിന് കഴിയുമെങ്കിൽ നാം ഒരു നിമിഷം ഇവിടെ നിർത്തിയിട്ട് അതിനെക്കുറിച്ച്, ഈ നാഴികയിലെ ആ സന്ദേശത്തെക്കുറിച്ച് ഇന്ന് രാത്രിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, യഹോവയുടെ പ്രകടമാക്കപ്പെട്ട വിചാരങ്ങൾ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ പേരുകൾ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ ഇട്ടിരിക്കുന്നുവെന്ന് നമ്മോട് പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് രണ്ടു വശങ്ങളും കാണാൻ കഴിയുകയും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഒന്ന് മറ്റൊന്നിനോട് വിചിത്രമായിരിക്കുന്നത് എന്ന് കാണാനും കഴിയും. അത് ആ രീതിയിലായിരിക്കണം. അതെല്ലായ്പ്പോഴും ആയിരുന്നു. അതെല്ലായ്പ്പോഴും ആ രീതിയിലായിരിക്കുന്നു. കൂടാതെ അതെല്ലായ്പ്പോഴും ആ രീതിയിൽ തന്നെ ആയിരിക്കും. അവൻ വചനമായിരുന്നു. വചനം ജഡമാകുകയും നമ്മുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു. ഇപ്പോൾ ദൈവം പിൻകാലങ്ങളിലെ പഴയ നിയമസമയത്ത് തന്റെ ജനങ്ങളോട് വിവിധമായ രൂപങ്ങളിൽ കൂടി പ്രത്യക്ഷമായതിനു ശേഷം ദൈവം അവനെ തന്നെ പഴയ തഹശുതോലിന് പിന്നിൽ മറച്ചു. ദൈവം തന്റെ കൃപാസനത്തിൽ തഹശുതോലിന് പിന്നിലായി അവനെ തന്നെ മറച്ചു. എപ്രകാരം ശലോമോൻ ദൈവത്തിന്റെ മന്ദിരത്തെ സമർപ്പിച്ചപ്പോൾ ഈ തഹശുതോലുകൾ ഒരു തിരശ്ശീലയായിട്ട് അവിടെ തൂക്കിയിരുന്നുവെന്ന് നാം കാണുന്നു. എപ്രകാരം അവൻ അഗ്നിസ്തംഭമായിട്ടും ഒരു മേഘമായിട്ടും കടന്നു വരികയും നേരെ പിന്നിലേക്ക് പോയിട്ട് അവനെ തന്നെ പുറത്തുള്ള ലോകത്ത് നിന്ന് മറച്ചു കളഞ്ഞു. എന്നാൽ വിശ്വാസത്താൽ അവൻ അവിടെ പിന്നിലുണ്ടായിരുന്നുവെന്ന് ഇസ്രായേലിന് അറിയാമായിരുന്നു. അന്യജാതി ലോകത്തിന് എന്തു തന്നെ പറയാനുണ്ടായിരുന്നാലും അതിനെ പരിഗണിക്കാതെ അവൻ അവിടെ ഉണ്ടായിരുന്നു എന്നവർക്കറിയാമായിരുന്നു. അവൻ അവിശ്വാസികളിൽ നിന്ന് മറഞ്ഞിരിക്കപ്പെട്ടിരുന്നു. എന്നാൽ വിശ്വാസികൾ വിശ്വാസത്താൽ അവൻ അവിടെ പുറകിലായി ഉണ്ടായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നു. അവർക്ക് ദയുണ്ടായിരുന്നു. കൂടാതെ അവൻ അവന്റെ കൃപാസനത്തിലായിരുന്നു. അതൊരു വലിയ രഹസ്യമായിരുന്നു. നിങ്ങൾക്കറിയാമോ, പഴയ നിയമസമയത്ത് ഈ തോലിന് പിന്നിൽ പ്രവേശിക്കുന്നത് മരണമായിരുന്നു. ഇപ്പോൾ അതിന്റെ പിന്നിൽ നിന്നും അകന്നിരിക്കുന്നത് മരണമാകുന്നു. അന്ന് അവന്റെ തേജസ്സിൽ പ്രവേശിക്കുന്നത് മരണമായിരുന്നു. ഇന്ന് അവന്റെ തേജസ്സിൽ നിന്നും മാറി നിൽക്കുന്നത് മരണമാകുന്നു. അത് സംഭവിച്ചത് തീർച്ചയായും കാൽവരിയിൽ വെച്ച് തിരശ്ശീല കീറപ്പെട്ടപ്പോഴായിരുന്നു. ആ തിരശ്ശീല പഴയ തിരശ്ശീല കീറപ്പെട്ടപ്പോഴായിരുന്നു. ഇപ്പോൾ അവന്റെ സന്നിധിയിൽ നിന്നും അകന്നു നിൽക്കുന്നത് മരണമാകുന്നു. അന്ന് അവന്റെ സന്നിധിയിൽ പ്രവേശിക്കുന്നത് മരണമായിരുന്നു. നോക്കൂ, അത് തിരികെ മാറ്റപ്പെടുകയും മറ്റുമായിട്ട് നാം ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്ന് കാണുന്നതിന് നമുക്ക് തിരുവെഴുത്ത് കണ്ടുപിടിച്ചിരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കാൽവരിയിൽ വെച്ച് തിരശ്ശീല ചീന്തിയപ്പോൾ കൃപാസനം സ്പഷ്ടമായ ദർശനത്തിലായി. എന്നാൽ എന്താണ് സംഭവിച്ചത്? അത് കാൽവരിയിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് രക്തമൊഴുക്കുകയായിരുന്നു. അവർ ആണ്ടുതോറും വിശുദ്ധ മന്ദിരത്തിന്റെ ശുദ്ധീകരണത്തിനും കൃപാസനത്തിൽ തളിക്കുന്നതിനും രക്തമെടുത്തിരുന്നു. ഇവിടെ ദൈവം തന്റെ മഹത്തായ ശക്തിയേറിയ മിന്നലിന്റെ ശക്തിയോടുകൂടിയ പ്രഹരത്താൽ ആ പഴയ തഹശുതോലിന്റെ മേലെ നിന്നും താഴെ വരെ കീറുകയും കൃപാസനം തുറന്നായിട്ടുള്ള കാഴ്ചപ്പാടിൽ കൊണ്ടുവരികയും ചെയ്തു. ആ വാസ്തവമായതും യഥാർത്ഥമായതുമായ ദൈവത്തിന്റെ കുഞ്ഞാട്, അതായത് യഥാർത്ഥമായ കൃപാസനം കാൽവരിയിൽ തുറന്ന കാഴ്ചപ്പാടിൽ തൂങ്ങിക്കിടന്നിരുന്നു. അത് ദൈവം സ്വയം തന്നെ ആ വില കൊടുത്ത് നമ്മളിൽ ഒരുവനെ പോലെ ആയപ്പോഴായിരുന്നു. അവനെ തന്നെ ഒരു മനുഷ്യനായിട്ട് നമ്മോടുകൂടെ പരിചിതനാക്കപ്പെടുന്നതിനു വേണ്ടി വെളിപ്പെടുകയും അതിനാൽ നാം അവനോടുകൂടെ പരിചിതനാക്കപ്പെടുകയും ചെയ്യാനിടയാക്കിയായിരുന്നു. പാപപരിഹാര ദിവസം എല്ലാ ഇസ്രായേലിന്റെയും മുമ്പിൽ കൃപാസനം സ്പഷ്ടമായ കാഴ്ചപ്പാടിലായിരുന്നു. എന്നാൽ എന്തൊരു കഷ്ടമാണ്! ആ ദിവസത്തെ സഭാപിതാക്കന്മാരുടെ സമ്പ്രദായങ്ങൾ, അവരുടെ സമ്പ്രദായങ്ങൾ ആ സത്യമായ കൃപാസനത്തെ ജനങ്ങളുടെ മുമ്പിൽ നിന്നും മറച്ചു വയ്ക്കപ്പെട്ടു. അവർ തിരുവെഴുത്തറിഞ്ഞിരുന്നെങ്കിൽ ആ ചൈനക്കാരുടെ കടലാസ് മാതിരി ഓരോ തുണ്ടും അവിടെ കടന്നു വന്നിരുന്നേനെ. പഴയ നിയമത്തിലെ പ്രവചനം നിവർത്തീകരിക്കപ്പെടുമായിരുന്നു. അതങ്ങനെയായിരുന്നേനെ. അവർ തിരുവെഴുത്തുകൾ പഠിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ അവർ കൃപാസനം കണ്ടിരുന്നേനെ. അത് മോശ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ, അതായത് ഇന്നയോളം അവരുടെ മേൽ മൂടുപടം കിടക്കുന്നു. അതിപ്പോഴും അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. അവരത് കാണുന്നില്ല. എന്നാൽ അവൻ ദൈവമായിരുന്നു.
അത് കഷ്ടാനുഭവവും പാപപരിഹാരവുമായിരുന്നു. അവനായിരുന്നു യഥാർത്ഥമായ കൃപാസനം തുറന്ന കാഴ്ചപ്പാടിൽ നിലനിന്നിരുന്നത്. ആ സ്തോത്രഗീതം പാടുന്നത് പോലെ, ഇതാ നോക്കൂ, അവൻ തുറന്ന കാഴ്ചയിൽ തിരശ്ശീല രണ്ടായി ചീന്തിയത് തൊട്ട് അവിടെ ഇതാ അവനാകുന്നു ആ വീരജേതാവ്. നോക്കൂ, കൃപാസനമായിട്ട് അവൻ വന്ന് വ്യക്തമായ കാഴ്ചപ്പാടോടെ സഭയുടെ മുമ്പിൽ അവൻ തൂങ്ങിക്കിടന്നു. എന്നാൽ അവർ ജനപ്രീതിയോടുകൂടിയ തീരുമാനത്തിനടിയിലായിട്ട് ഇപ്പോൾ ഈ കൺവെൻഷനിലുള്ള സ്ത്രീകളും പുരുഷന്മാരും പ്രതിനിധികളുമായിട്ടുള്ളവരെ മുഖപക്ഷഭേദമില്ലാതെ ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്നത്തെ കാഴ്ചപ്പാടിൽ നാം ഇന്ന് എന്തിനു വേണ്ടി ഇവിടെ ആയിരിക്കുന്നുവോ അതിന്റെ കാഴ്ചപ്പാടിൽ ഞാൻ ഭയപ്പെടുന്നു. അതായത് പിതാക്കന്മാരുടെ സമ്പ്രദായങ്ങൾ, സഭാപിതാക്കന്മാർ ഇതിനെ ധാരാളം ജനങ്ങളിൽ നിന്നും ഒളിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ അവസാന നാളുകളിൽ പ്രവചിക്കപ്പെട്ടിരുന്ന പ്രകാരം വന്നു കഴിഞ്ഞിരിക്കുകയും തിരശ്ശീല ചിന്തിയിരിക്കുകയും ചെയ്യപ്പെട്ടിരിക്കുമ്പോഴും വളരെയധികം ജനങ്ങൾ അവരുടെ പിതാക്കന്മാരുടെ സമ്പ്രദായങ്ങളിൽ തൂങ്ങിക്കിടക്കാൻ ശ്രമിക്കുന്നു. ആ കാരണത്താലാണ് ഇന്ന് സഭയ്ക്കുള്ളതായ അതിരറ്റ ആനന്ദത്തെയും സമാധാനത്തെയും അവർക്ക് കാണാൻ കഴിയാത്തത്. എന്നിരിക്കലും വിശ്വസിക്കുന്നവർക്ക് അത് സ്പഷ്ടമായ കാഴ്ചയിലായിരിക്കുന്നു. അവൻ വചനത്തെ, ഈ സമയത്തേക്കുള്ള വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന വചനത്തെ മറച്ചു കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സമ്പ്രദായങ്ങൾ ഒരു തിരശ്ശീല ഉണ്ടാക്കിയിരിക്കുന്നു. അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു എന്നവർ പറയുന്നു. ഞാൻ താമസിക്കുന്നിടമായ ട്യൂസൺ, അരിസോണയിലുള്ള ഒരു മിടുക്കനും സംസ്കാര സമ്പന്നനുമായ ഒരു മാന്യനായ മനുഷ്യൻ എന്നോട് സംസാരിച്ചിരുന്നു. എനിക്ക് രമാഡയിൽ ഒരു യോഗമുണ്ടായിരുന്നു. ഞങ്ങൾ ബിസിനസ്സുകാരായ വ്യക്തികളുടെ കൺവെൻഷനിൽ വെച്ച് സംസാരിക്കുകയായിരുന്നു. അവിടെ വെച്ച് കർത്താവായ യേശു തന്റെ സാന്നിധ്യത്തെ കൊണ്ടുവന്ന വലിയ കാര്യങ്ങളെ പ്രവർത്തിച്ചിരുന്നു. ഈ മാന്യനായ ക്രിസ്ത്യാനിയായ മനുഷ്യൻ എന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പള്ളിയിലെ ശുശ്രൂഷക്കാരനായ ഒരു നല്ല മനുഷ്യനായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രണാം, നിങ്ങൾ ജനങ്ങൾക്ക് അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തെ പ്രക്ഷേപിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അപ്പസ്തോലന്മാരുടെ കാലഘട്ടം നിന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്റെ സഹോദര, അപ്പസ്തോലന്മാരുടെ കാലഘട്ടം നിന്നുപോയത് എപ്പോഴാണെന്ന് തിരുവെഴുത്തിൽ നിന്നും എനിക്ക് കാണിച്ചു തരാൻ ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പസ്തോലന്മാരുടെ കാലഘട്ടം പെന്തിക്കോസ്ത് ദിവസം തുടങ്ങിയെന്ന് പറഞ്ഞു. പെന്തിക്കോസ്ത് ദിവസം പത്രോസ് പറഞ്ഞു, വാഗ്ദത്തം നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ. എങ്കിൽ എപ്പോഴാണത് നിന്നുപോയത്? ദൈവം ഇപ്പോഴും വിളിക്കുന്നെങ്കിൽ പിന്നെ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം ഇപ്പോഴും സഭായോഗങ്ങളിലായിരിക്കുന്നു. അങ്ങനെയായിരിക്കെ ഇവിടെയാണ് ജനങ്ങൾ ധാരാളം ആളുകളെ അവരുടെ മൂപ്പന്മാരുടെ സമ്പ്രദായങ്ങളാൽ അന്ന് സംഭവിച്ചിരുന്നത് പോലെ തന്നെ ഇന്ന് കണ്ണു മൂടിക്കെട്ടുവാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ജനങ്ങൾ അത്രമാത്രം ആവേശഭരിതരും ഉത്സാഹഭരിതരുമാണെന്ന് കാണുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത്? കൂടാതെ ഈ കൺവെൻഷനുകൾ മറ്റുള്ള ജനങ്ങൾക്ക് അത്രമാത്രം വിചിത്രമായതും അത്രമാത്രം അപരിചിതമായ കാര്യങ്ങളുമാകുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ അവർ അത് കാണുകയും അവർ ആ അതിരുകളെ പൊട്ടിച്ചിരിക്കുന്നതിനാലുമാണ്. അവർ ആ തിരശ്ശീലുകളെ തകർത്തിട്ട് അതിൽ കൂടി ദൈവസന്നിധിയിലേക്ക് വരികയും അവിടെ അവർ ഈ നാഴികയിലേക്ക് വെളിപ്പെടാനുള്ള വാഗ്ദത്തങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് കാണുകയും ചെയ്യുന്നു. ദൈവം എന്താണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതെന്ന് അവർ കാണുന്നു. യോവേൽ 2:28 ഈ അന്ത്യനാളുകളിൽ ഞാൻ ജനങ്ങളുടെ മേൽ പിന്മഴ പകരുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവിടെയുള്ള യവന ഭാഷ കീനോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ അർത്ഥം അവൻ അവനെ തന്നെ ശൂന്യമാക്കിയിരിക്കുന്നു എന്നാണ്. അത് നാം പറയുന്നതായ രീതിയിലുള്ള കാര്യമല്ല. അതായത് ആരുടെ ഉള്ളിൽ എന്തോ ഉണ്ടായിരുന്നു അത് കാലിയാക്കിയെന്നല്ല. എന്നാൽ അവൻ അവനെ തന്നെ പകർന്നു കഴിഞ്ഞിരുന്നു. അവൻ തന്റെ എൻമോർഫെ മാറ്റിക്കളഞ്ഞു. അവൻ എന്തായിരുന്നു എന്നുള്ളതിൽ നിന്നും അവൻ എന്താകുന്നു എന്നതിലേക്ക് അവൻ മാറ്റപ്പെട്ടു. അവൻ തന്റെ സ്വഭാവം ഒരിക്കലും മാറ്റുന്നില്ല. എന്നാൽ പെന്തിക്കോസ്ത് ദിവസം അവൻ അവനെ തന്നെ മനുഷ്യപുത്രനിൽ നിന്നും ദൈവപുത്രനാക്കി തീർന്നിരിക്കുന്നു. അവൻ ജനങ്ങളോട് കൂടെയല്ല വന്നത്, എന്നാൽ ജനങ്ങളുടെ ഉള്ളിലേക്ക് വന്നു. നോക്കൂ, അതേ ദൈവം തന്നെ തന്റെ ശുശ്രൂഷ ഈ വലിയ കാലഘട്ടങ്ങളിൽ കൂടി കൊണ്ടുപോകുന്നതിനായിരുന്നു. അവൻ വേദപുസ്തകത്തിൽ പ്രവചിച്ചു, അതായത് ഒരു ദിവസം വരും, അത് പകലല്ല രാത്രിയുമല്ല, എന്നാൽ സന്ധ്യാസമയത്തോ വെളിച്ചമാകും. ഇപ്പോൾ ഭൂമിശാസ്ത്രപരമായി സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു. അതല്ല ഇപ്പോഴും അതേ സൂര്യൻ തന്നെയാണ്. എന്നാൽ പുത്രൻ, അതായത് SON, എന്നാൽ പൂർവ്വദിക്കിലുള്ള ജനമായ ഇസ്രായേലിന് അവനെ തന്നെ വാഗ്ദത്തം ചെയ്യപ്പെട്ടതായ വചനത്തിൽ വെളിപ്പെടുത്തി. നമുക്കൊരു മങ്ങിയ ദിവസം കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു.
നമുക്ക് സഭകളും സഭാ സമുദായങ്ങളും ഉണ്ടാക്കുന്നതിനായി ധാരാളം വെളിച്ചം മതപരിഷ്കാരകന്മാരുടെയും മറ്റുമുള്ള സമയത്തുണ്ടായിരുന്നു. എന്നിട്ട് അവരോടുകൂടെ ചേരുകയും കുഞ്ഞുങ്ങളെ ഉമ്മവയ്ക്കുകയും പ്രായം ചെന്നവരെ വിവാഹം കഴിക്കുകയും മരിച്ചവരെ അടക്കുകയും അങ്ങനെ എല്ലാമായിട്ട് സഭയിൽ വസിച്ചിരുന്നു. എന്നാൽ സന്ധ്യാസമയത്തോ വെളിച്ചമാകും, സന്ധ്യാസമയത്ത് എന്നവൻ പറഞ്ഞു. കൂടാതെ യാതൊരു തിരുവെഴുത്തിനും നീക്കം വന്നുകൂടാ. പെന്തിക്കോസ്ത് ദിവസം അവനെ തന്നെ പകർന്നു തന്ന അതേ പുത്രൻ, അതായത് കീനോസ്, സന്ധ്യാസമയത്തും അത് തന്നെ ചെയ്യാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നോക്കൂ, ഇത് വാഗ്ദത്തത്തിനനുസരിച്ചാണ്. ആ കടലാസ് കഷ്ണങ്ങൾ തമ്മിൽ ഒത്തൊരുമിക്കൂ. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കുകയും എന്താണ് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതെന്ന് നോക്കുകയും അതിനുശേഷം നാം എവിടെയായിരിക്കുന്നു എന്ന് നോക്കുക. ആ കാര്യങ്ങളെ തമ്മിൽ ഒരുമിച്ചാക്കുക. ഈ വലിയവനും മഹത്തായവനുമായവന്റെ അനാവരണം നിങ്ങൾക്ക് കാണാൻ കഴിയും. സമ്പ്രദായങ്ങൾ ജനങ്ങളെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നതായി ഈ കാര്യങ്ങളെ കാണാതിരിക്കത്തക്കോണം അന്ധരാക്കിയിരിക്കുന്നു. മോശ തീയിലായിരുന്ന പർവ്വതത്തിൽ നിന്നും കടന്നു വരുമ്പോൾ അതിന്റെ ചിത്രീകരണം എത്ര മനോഹരമായിരിക്കുന്നു. മോശ മിസ്രൈമിലേക്ക് ചെന്നിട്ട് യഹോവയായ ദൈവം ഞാനാകുന്നു എന്ന പേരോടുകൂടി എന്നെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് സഭാപിതാക്കന്മാരോട് പറഞ്ഞപ്പോൾ ആ പേര് വർത്തമാനകാലമാണ്. അത് ഞാനായിരുന്നു, ആയിരിക്കുമെന്നല്ല, എന്നാൽ ഞാനാകുന്നു എന്നാണ്. എപ്പോഴും ഒരേപോലെയും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. അവൻ വർത്തമാനകാലമാകുന്നു. അത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്നുള്ള എബ്രായർ 13:8 താരതമ്യപ്പെട്ടു പോകുന്നു. അതിപ്പോഴും വാഗ്ദത്തം ചെയ്യപ്പെട്ട വചനമാകുന്നു. കൂടാതെ സഭയ്ക്ക് അതുമായിട്ട് പരസ്പരം യോജിച്ചു പോകേണ്ടിയിരിക്കുന്നു. അത് ഈ ദിവസത്തെ അനുഭവമാണ്. മതപരിഷ്കാരകന്മാർക്ക് അതുണ്ടായിരുന്നു. എന്നാൽ ഇത് വേറൊരു ദിവസമാകുന്നു. നോക്കൂ, നാം ജീവിക്കുന്നത് ഏത് ദിവസമാകുന്നുവെന്ന്. അവന് വരാൻ കഴിയാതിരിക്കെ തന്നെ അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ദിവസങ്ങളിൽ മോശയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവാചകന്മാർ വന്ന രീതിയിൽ തന്നെ അത് പ്രവചിക്കപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഈ അവസാന നാളുകളിൽ ഈ രീതിയിൽ വരുന്നതിനായി പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. ലൂഥറിന്റെ ഉണർവ് പോലെ അതിന് വരാൻ പറ്റുകയില്ല. വെസ്ലിയുടെ ഉണർവിന്റെ രൂപം പോലെ അതിന് വരാൻ പറ്റുകയില്ല. ഇത് യഥാസ്ഥാനത്താക്കുന്ന നാഴികയാകുന്നു. ഇത് ആദ്യത്തെ സൂര്യപ്രകാശത്തിലേക്ക്, അതായത് യഥാർത്ഥമായതിലേക്ക് തിരിച്ചു വന്നിരിക്കേണ്ട സമയമാകുന്നു. നമുക്ക് എപ്രകാരം അതിന്മേൽ തിരുവെഴുത്തുകൾ ഇടാൻ പറ്റും? കൂടാതെ നിങ്ങൾ വേദശാസ്ത്ര പണ്ഡിതന്മാർ, നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നുമായാലും അത് സത്യമാണെന്ന് നിങ്ങൾക്കറിയാം. അതൊരു വാഗ്ദത്തമാകുന്നു. അതാണ് ജനങ്ങളെ എത്രമാത്രം വിചിത്രമാക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അവരെ വിളിക്കുന്നതായ വിചിത്ര വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നാൽ സമ്പ്രദായങ്ങളിൽ നിന്നും തിരശ്ശീല തുറക്കപ്പെട്ടിരിക്കുകയും അവർ അത് കാണുകയും ചെയ്തിരിക്കുന്നതിനാലാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്നു. നമുക്കതിന് വിരോധമായി പോകാൻ കഴിയില്ല, കാരണം തിരുവെഴുത്തിന് നീക്കം വന്നുകൂടാ. അതേ, അവൻ തന്നെ തന്റെ ജനങ്ങളിലേക്ക് കാലിയാക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായി നാം കാണുന്നു. കൂടാതെ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. മോശ മിസ്രൈമിലേക്ക് പോയിട്ട് ഇത് പ്രഖ്യാപിച്ചതിനു ശേഷം അതിനുശേഷം പിതാവ് ഈ സന്ദേശത്തെ സീനായി പർവ്വതത്തിൽ വെച്ച് അതേ അഗ്നിസ്തംഭത്തിൽ തന്നെ വന്നിട്ട് ആ പർവ്വതത്തെ തീയിലാക്കുന്നതിൽ കൂടെ ആ സന്ദേശത്തെ ന്യായീകരിച്ചു. അവൻ വാഗ്ദത്തം കൊടുത്തിരുന്നതായ ഒരുവനെ നാം ശ്രദ്ധിച്ചുവോ? അവൻ വചനം കൊണ്ട് അവനെ അവിടേക്ക് കൊണ്ടുവന്നു. അവന്റെ വശം കൽപ്പനകൾ ഉണ്ടായിരുന്നു. കൂടാതെ ഈ കൽപ്പനകൾ ഉണ്ടായിരിക്കുന്നതിനായി അവന് കൽപ്പനകൾ വചനമായിരുന്നു. അതുവരെയും വചനം ഒരിക്കലും ജനങ്ങളുടെ അടുക്കൽ എത്തിയിരുന്നില്ല. അതിനാൽ വചനമല്ല ഇപ്പോഴും പ്രവാചകന്റെ അടുക്കൽ വരുന്നു. അവൻ ആ നാഴികയിലേക്കുള്ള പ്രവാചകനായിരുന്നു. അതിപ്രകാരം യേശു വചനമായിരുന്നത് പോലെയാണ്. യോഹന്നാൻ ഒരു പ്രവാചകനായിരുന്നു. യേശു വെള്ളത്തിൽ അവന്റെ അടുക്കലേക്ക് ചെന്നു. കാരണം കൂടാതെ വചനം എല്ലായ്പ്പോഴും യാതൊരു വീഴ്ചയും കൂടാതെ പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്നു. വചനം വരുന്നത് അങ്ങനെ വചനം കൽപ്പനകളായിട്ട് മോശയുടെ അടുക്കലേക്ക് വരികയും അവന്റെ പക്കൽ അതുണ്ടായിരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ വചനം കൊടുത്തിരിക്കുകയും വെളിപ്പെടുകയും ചെയ്യുന്നതിന് മുമ്പ് മോശയ്ക്ക് ഒരു മൂടുപടം ഇടേണ്ടിയിരുന്നു. കാരണം വചനം പൂർണ്ണ രൂപത്തിൽ വെളിപ്പെട്ടിരുന്നില്ല. എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. എന്നാൽ അതെന്തായിരുന്നുവെന്ന്, ആ അലർച്ചയും ഇടിമുഴക്കവും എന്തായിരുന്നുവെന്ന് അവർക്കറിയില്ലായിരുന്നു. അതത്രയുമായിട്ട് അവർ പറഞ്ഞു, നീ ഞങ്ങളോട് സംസാരിക്ക, ദൈവം ഞങ്ങളോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, ശരി, ഞാനത് ചെയ്യാം. ഇനിയും തൊട്ട് ഞാൻ ഇപ്രകാരം അവർക്ക് പ്രത്യക്ഷപ്പെടുന്നതല്ല, ഞാൻ അവർക്ക് പ്രവാചകന്മാരെയായി, എന്നിട്ട് ഞാൻ എന്റെ പ്രവാചകങ്ങളിൽ കൂടി സംസാരിക്കും. ഇപ്പോൾ മോശ പ്രാകൃതമായ ന്യായപ്രമാണത്താൽ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയിരിക്കുന്ന 2-ാം ലേഖനത്തിൽ അത് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെ പ്രാകൃതമായതുകൊണ്ട് മോശയ്ക്ക് തന്റെ മുഖത്ത് മൂടുപടം ഇടേണ്ടി വന്നിരുന്നുവെങ്കിൽ എങ്കിൽ ആത്മീയമായത് അതിലും എത്രമാത്രം തേജസ്സുള്ളതും അത് വെളിപ്പെട്ട് പ്രകടമാക്കുന്നതിന് മുമ്പ് തന്നെ അവിശ്വാസികൾക്ക് മറയ്ക്കപ്പെട്ടതുമായിരിക്കും. എത്രമാത്രം അധികം അവർ അതിനെ, മോശ ഒരു വിചിത്ര വസ്തുവായിരുന്നു.
എത്രമാത്രം അധികം മൂടുപടം പൊട്ടിച്ചുകൊണ്ട് കടന്നുവന്ന് നിങ്ങളെ അവർ അത് വിളിക്കും. അവൻ അഗ്നിസ്തംഭത്തിലേക്ക് പോകുകയും എന്നിട്ട് അനുഗ്രഹങ്ങളുമായിട്ട് കടന്നു വരികയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ മൂടുപടമിട്ടിരിക്കുന്നു. ജനങ്ങൾക്കത് കാണാൻ കഴിയുകയില്ല, അവർക്കത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. പ്രാകൃതമായത് തേജസ്സേറിയതായിരുന്നുവെങ്കിൽ അമാനുഷികമായത് അതിലും എത്രയധികമായിരിക്കും. ഒരവസാനമുള്ളതായ പ്രാകൃതമായത് തേജസ്സേറിയതായിരുന്നുവെങ്കിൽ അവസാനമില്ലാത്തതായി ഇത് അതിലും എത്രമാത്രം അധികം തേജസ്സേറിയതായിരിക്കും. എന്നിരിക്കലും ഇപ്പോഴും അത് മൂടുപടത്തിലാണ്. അത് വിശ്വാസിക്കല്ല, അത് അവിശ്വാസിക്ക് വേണ്ടി മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അവനത് കാണാൻ കഴിയുകയില്ല. ദൈവമല്ല ഇപ്പോഴും അവനെ തന്നെ അവിശ്വാസികളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു. സമ്പ്രദായങ്ങൾ അതിനെ മറയ്ക്കുന്നു. അന്നവർ അത് ചെയ്തിരുന്നത് പോലെ തന്നെ ഇന്നവർ ചെയ്യുന്നു. അന്നവർക്കത് പ്രാകൃതമായ മൂടുപടമായിരുന്നത് എടുത്ത് ഇപ്പോൾ നമുക്കത് ആത്മീയമായ മൂടുപടമാകുന്നു. എഴുതപ്പെട്ട വചനത്തോടുകൂടിയ പ്രവാചകനാൽ ന്യായീകരിക്കപ്പെടുകയും ഒരു പ്രവചനക്കാരൻ എന്നത് എഴുതപ്പെട്ട വചനവുമായിട്ട് വന്ന് അതിനെ സ്പഷ്ടമാക്കുന്നവനാകുന്നു. വചനം അവിടെ ഉണ്ടായിരുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നു, എന്നാൽ എന്താണ് അത് അർത്ഥമാക്കുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല. മോശെ അത് അവർക്ക് വ്യക്തമാക്കി കൊടുത്തു. കൽപ്പന ഇപ്രകാരം പറയുന്നു, ഈ കാരണത്താൽ അത് അങ്ങനെയെന്ന് അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. അവനത് വ്യക്തമാക്കി കൊടുത്തു. അത് വ്യക്തമാക്കുന്നതിന് മുമ്പ് അത് മറയ്ക്കപ്പെട്ടിരുന്നു. അതിനാൽ ഇന്നും അത് വെളിപ്പെട്ട് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നത് വരെ ജനങ്ങൾക്കത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ദൈവം, ശക്തനായ ദൈവം വചനമായിട്ട് മനുഷ്യ ശരീരത്തിൽ മറയ്ക്കപ്പെട്ടിരുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ അവിശ്വാസികൾക്കത് മറഞ്ഞും വിശ്വാസികൾക്കത് വെളിപ്പെട്ടും ഇരിക്കുന്നുവെന്ന് നാം കാണുന്നു. ശ്രദ്ധിക്കുക, മോശയ്ക്ക് ഈ അഗ്നിസ്തംഭത്തിൽ ഒറ്റയ്ക്ക് പ്രവേശിക്കേണ്ടിയിരുന്നു. വേറൊരുവനും അവനോടുകൂടെ പോകാൻ കഴിയുകയില്ല. അതെന്താണ് നമ്മോട് പറയുന്നത്? അതായത് നിങ്ങൾക്കിതിലേക്ക് ഒരു പെന്തക്കോസ്തുകാരുടെ കൂട്ടത്തിൽ ചേർന്നുകൊണ്ട് വരാൻ പറ്റുന്നതല്ല. അവൻ ഒരിക്കലും ഒരു കൂട്ടത്തിന് അത് വെളിപ്പെടുത്തിയില്ല. അവൻ അതൊരു വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഇന്നും അതേ രീതിയിൽ തന്നെയാണ്. ഞാനൊരു സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നും മറ്റും, എന്നാൽ അത് പ്രാവർത്തികമാകുന്നില്ല. കൂടാതെ മോശയെ പിന്തുടരാൻ ശ്രമിക്കുന്ന ഏവനും, അതായത് അതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഏവനും മരണമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നും. അത് അനുകരിക്കുന്നവന് ആത്മീയമായ മരണമാണ്. ഇന്ന് രാത്രിയിൽ നാം ഈ കൂട്ടക്കാരുടെ ഇടയിൽ ഉയർന്നിരിക്കുന്നതായ ശാരീരികമായ താരതമ്യപ്പെടുത്തലിൽ കടക്കുന്നു. ആരെങ്കിലും ചിലർ ഇതുപോലെ അത് പ്രവർത്തിക്കുവാനും ഒരു വ്യത്യസ്തമായ ജീവിതം ജീവിക്കുവാനും ശ്രമിക്കുന്നു. മദ്യപിക്കാനും പുകവലിക്കാനും, കൂടാതെ ലോകത്തെ പോലെ സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലും ജീവിക്കാൻ കഴിയും. കൂടാതെ വീട്ടിലിരുന്ന് ടെലിവിഷൻ കാണുകയും അങ്ങനെ ലോകപരമായ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും എന്നിട്ട് അപ്പോഴും അവരെ തന്നെ പെന്തക്കോസ്തുകാർ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. അവർ ഒരു യഥാർത്ഥമായ കാര്യത്തെ അനുകരിക്കാനാണ് ശ്രമിക്കുന്നത്. അത് ഇതുവരെയും അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. അത് വെളിപ്പെടുമ്പോൾ അത് തേജസ്സേറിയതായിട്ട് നിങ്ങൾ അവിടേക്ക് നടക്കുമ്പോൾ എന്തോന്ന് നിങ്ങളിൽ നിന്നും അത് എടുത്തു കളയുന്നു. നിങ്ങൾ പിന്നെ ഒരു മൂടുപടമായി തീരുന്നു. അതൊട്ടും പ്രാവർത്തികമാകയില്ല. അതിനെ അനുകരിക്കുന്നത് മരണമാണ്. മോശ മൂടുപടമിട്ടിരുന്നു. അവൻ ജനങ്ങൾക്കായുള്ള ജീവന്റെ വചനമായിരുന്നു. അങ്ങനെ ഇന്നും മൂടുപടമിട്ടിരിക്കുന്നവർ അതേപോലെ തന്നെയാണ്. അവർ ഹൃദയങ്ങളിൽ എഴുതിയതായ സകല മനുഷ്യരാലും വായിക്കുന്നതായ പത്രങ്ങളാകുന്നു. ഒരു പുതിയ ലേഖനമല്ല, എന്നാൽ എഴുതപ്പെട്ടിരിക്കുന്നതായ ലേഖനങ്ങൾ പ്രകടിക്കപ്പെട്ടവയാണ്. ഇത് വചനത്തിൽ വിശ്വസിക്കുന്നവരും ദൈവം എല്ലാ ജഡങ്ങളുടെ മേലും തന്റെ ആത്മാവിനെ പകരുമെന്നുള്ള ഈ ദിവസത്തെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്നവരുമാണ്. അത് എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. ഒരു വ്യക്തി അതിനെ ശാരീരികമായി അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തിരിച്ചടിക്കുന്നു. നിങ്ങളുടെ ജീവിതം നിങ്ങൾ എന്താണെന്നുള്ളതിനെ അത് കാണിക്കുന്നു. ഒരിക്കൽ ഒരു കുട്ടി എന്തോ ചില കുഴപ്പങ്ങളിൽ അകപ്പെട്ടു. അവനൊരു നല്ല കുട്ടിയായിരുന്നു, എന്നാൽ അവന് കോടതിയിലേക്ക് പോകേണ്ടി വന്നു. നീ കുറ്റക്കാരനാകുന്നു എന്ന് ഞാൻ കണ്ടിരിക്കുന്നു, അതിനാൽ എനിക്ക് നിന്നെ ജീവകാല തടവിലേക്ക് ശിക്ഷിച്ചിരിക്കണമെന്ന് ന്യായാധിപതി പറഞ്ഞു. എന്റെ കേസിനെ ഞാൻ സ്വയം ശ്രമിച്ചു നോക്കാൻ ആഗ്രഹിക്കുന്നു എന്നവൻ പറഞ്ഞു. ഞാൻ എന്റെ റെക്കോർഡിലേക്ക് പോയി നോക്കാൻ ആഗ്രഹിക്കുന്നു എന്നവൻ പറഞ്ഞു. നിനക്ക് യാതൊരു റെക്കോർഡുമില്ല, നിന്റെ റെക്കോർഡ് തന്നെയാണ് നിന്നെ ശിക്ഷ വിധിച്ചിരിക്കുന്നതെന്ന് ന്യായാധിപതി പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇന്നും. സഭ അതിനുണ്ടായിരിക്കേണ്ടതിന്റെ അത്രയും പുരോഗതി ഇല്ലാത്തതിന്റെ കാരണം അതിന്റെ റെക്കോർഡാണ്. അതൊരു കള്ളമാണ്. നാം കൂടുതൽ സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം. നാം ദൈവത്തിന്റെ സകല വചനവും വിശ്വസിച്ചിരിക്കണം. ആ വചനം നമുക്ക് യാഥാർത്ഥ്യമാകുന്നത് വരെ നാം അതിനെ തേടിയിരിക്കണം. നോക്കൂ, ഈ റെക്കോർഡാണ് നമ്മെ അവിടെ പ്രവേശിക്കുന്നതിൽ നിന്നും തടയുന്നത്. എന്നാൽ ഒരിക്കൽ ഇത് നിങ്ങളെ കുരുക്കിൽ നിന്നും വെളിയിൽ കൊണ്ടുവരാനാണ്. ഇതേ കോടതിയിൽ വെച്ച് ഈ കുട്ടിയുടെ വശം കാശില്ലായിരുന്നു. അവനത് അടച്ചു തീർക്കാൻ കഴിയില്ലായിരുന്നു. അവന്റെ മേലുണ്ടായിരുന്ന പിഴ $1000 അപ്പുറത്തായിരുന്നു. എന്നാൽ അവനൊരു വലിയ സഹോദരൻ ഉണ്ടായിരുന്നു. അവൻ വന്നിട്ട് അവന് വേണ്ടി അതെല്ലാം കൊടുത്തു തീർത്തു. നമുക്കൊരു വലിയ സഹോദരനുണ്ട്. അത് ദൈവത്തിന്റെ പുത്രനായ യേശുവാകുന്നു.
അവൻ നമുക്ക് വേണ്ടി അത് അടച്ചു തീർക്കുന്നതിനായി വന്നു. നാം അത് വിശ്വസിക്കുക മാത്രം ചെയ്യുകയാണെങ്കിൽ അവനോടൊപ്പം നമുക്കും ആ മൂടുപടത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയും. അതിപ്രകാരം അവൻ നമ്മുടെ മോശയാകുന്നു. യേശു നമുക്ക് ഇന്നത്തെ മോശയാകുന്നു. മോശ മൂടുപടമിട്ടിരുന്നത് ജനങ്ങളോടുള്ള ജീവന്റെ വചനമായിരുന്നു. ഇന്ന് യേശു മൂടുപടമിട്ടിരിക്കുന്നത് ജനങ്ങളോടുള്ള ജീവന്റെ വചനമാകുന്നതിനാലാണ്. അതായത് യേശു സഭയിലാകുന്നു. ദൈവപുത്രനായ പരിശുദ്ധാത്മാവ് അത് ജനങ്ങളിലായിട്ട് ഈ ദിവസത്തേക്കുള്ള വാഗ്ദത്തത്താൽ വചനം വെളിപ്പെടുത്തുകയും അതിനെ ശരിക്കും അതുപോലെ തന്നെ ആക്കുകയുമാണ്. ഇപ്പോൾ അത് തന്നെയാണ്. കൂടാതെ ഓർക്കുക, മോശ ഇത് ചെയ്യുകയും വെളിപ്പെടുത്തുകയും ചെയ്തത് ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയല്ല, എന്നാൽ പുറപ്പാടിനുള്ള ജനങ്ങൾക്ക്, വെറും ഒരു പ്രത്യേക തരത്തിൽപ്പെട്ട ജനങ്ങൾക്ക് മാത്രമായിരുന്നു. അത് പുറപ്പാടിൽ കടന്നു വന്നവർ മാത്രമായിരുന്നു. അങ്ങനെ ഇന്ന് ദൈവിക രോഗശാന്തി ശരിയായ കാര്യമല്ല എന്ന് പറയുന്ന ജനങ്ങളുടെ മുഖത്ത് പരിശുദ്ധാത്മാവ്. ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ കാര്യത്തെപ്പറ്റി അറിയാനായി ഒരു ഡോക്ടർ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു. അവിടെ 4 അല്ലെങ്കിൽ 5 കേസുകൾ മരണത്തിന്റെ വക്കത്തെത്തി ജീവൻ വിടാൻ പോകുന്ന നാഴികയിൽ കടന്നിരുന്നു. പരിശുദ്ധാത്മാവ് വന്ന് അവരെ സുഖപ്പെടുത്തി. ഡോക്ടർ അതിനെപ്പറ്റി ചോദ്യം ചെയ്യുകയായിരുന്നു. അതെങ്ങനെ കഴിയുമെന്ന് അയാൾ ചോദിച്ചു. എന്തുകൊണ്ട് അതെന്റെ രോഗിയാകുന്നു എന്ന് അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് നിങ്ങളുടേതായിരുന്നു, എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റേതാകുന്നു. ഇപ്പോൾ അത് അവന്റെ അധീനമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, അതിന്റെ കാര്യം എന്താണെന്നാൽ ശാരീരികമായ തിരശ്ശീലയുടെ പിന്നിലായിട്ട് അനുകരിക്കുകയും സഭയിൽ ചേരാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൽ നിന്നും കടന്നു വരാൻ ദൈവം ഒരു പുറപ്പാടിനെ വിളിക്കുകയാണ്. മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും പ്രസ്ബിറ്റേറിയനും ഒരുമിച്ചല്ല, എന്നാൽ പെന്തിക്കോസ്ത് സഭകളാണ്. ഇതൊരു വ്യക്തിപരമായ സംബന്ധമാണ്. ഇത് നീയും ദൈവവും തന്നെയാണ്. നിങ്ങൾക്കകത്ത് കടക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ കൂട്ടമല്ല, നിങ്ങളുടെ സഭയല്ല, നിങ്ങളുടെ പാസ്റ്ററല്ല, എന്നാൽ നിങ്ങൾക്കാണ് അകത്ത് പ്രവേശിക്കേണ്ടത്. മോശയുടെ വേറൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രവാചകനായിരിക്കെ തന്നെയും ഒരു വലിയ വ്യക്തിയായിരിക്കെ തന്നെയും മോശ കടന്നു വന്നപ്പോൾ, അവൻ വചനവുമായിട്ട് കടന്നു വന്നപ്പോൾ അവൻ മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് ജനങ്ങൾ കണ്ടു. എന്തോന്ന് അവന് സംഭവിച്ചിരിക്കുന്നു. ആ സമയത്തേക്കുള്ള ന്യായീകരിക്കപ്പെട്ട വചനമായ കൽപ്പനകളുമായി അവൻ വരുമ്പോൾ അവനൊരു മാറ്റപ്പെട്ട വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളും ഇതുപോലെയുള്ള ഒരു യോഗത്തെ നോക്കി ചിരിക്കുന്നതായ ആ ശാരീരികമായ തിരശ്ശീലയുടെ പിന്നിൽ നിന്നും കടന്നു വരുമ്പോൾ, ദൈവിക രോഗശാന്തിയുടെ കാര്യത്തിൽ ഇടറി വീഴുന്നവരായ മനുഷ്യർ അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയും. നിങ്ങൾ അവിടെയുള്ള മാനുഷിക തിരശ്ശീലയുടെ, അതായത് സമ്പ്രദായങ്ങളുടെ തിരശ്ശീലയിൽ നിന്ന് കടന്നു വരിക. അപ്പോൾ നിനക്ക് എന്തോ സംഭവിച്ചുവെന്ന് എല്ലാവരും അറിയും. അതിപ്രകാരം നമ്മുടെ ആദരണീയ സഹോദരനായ ജിം ബ്രൗണിനെ പോലെയാണ് അദ്ദേഹത്തിന് എന്തോന്ന് സംഭവിച്ചിരിക്കുന്നുവെന്ന് എല്ലാ പ്രസ്ബിറ്റേറിയൻകാർക്കും മറ്റെല്ലാം അറിയാമെന്ന് ഞാൻ ഊഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ആ സമ്പ്രദായങ്ങളുടെ തിരശ്ശീലയുടെ പിന്നിൽ നിന്നും കടന്നു വന്നിരിക്കുന്നു. അവൻ ജനങ്ങളിൽ എന്തോന്ന് കണ്ടിട്ട് അത് അദ്ദേഹത്തെ ആകർഷിക്കുകയും അദ്ദേഹം ആ തിരശ്ശീലയുടെ പിന്നിൽ നിന്ന് കടന്നു വരികയും ചെയ്തു. നിങ്ങൾ തിരശ്ശീലയുടെ പിന്നിൽ നിന്നും കടന്നു വരുമ്പോൾ അപ്പോൾ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണപ്പെടുകയും നിങ്ങൾക്ക് എന്തോ സംഭവിച്ചുവെന്ന് അവർക്ക് കാണാനും കഴിയുന്നു. അവിശ്വാസിക്ക് മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന വചനം വിശ്വാസിയുടെ തുറന്ന കാഴ്ചപ്പാടിലായിരിക്കുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. അപ്പോൾ അത് ദൈവമായിരുന്നു. ആ ദിവസങ്ങളിൽ ദൈവം ഒരു മനുഷ്യനിലായിരുന്നു, തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലായിരുന്നു. നാം അത് വിശ്വസിക്കുന്നു. അത് വെറും ഒരു പ്രവാചകനല്ലായിരുന്നു, വെറും ഒരു സാധാരണ മനുഷ്യനല്ലായിരുന്നു. അത് ദൈവം ക്രിസ്തുവിലായിരുന്നു. ദൈവം ഒരു മനുഷ്യനിലായിരുന്നു. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപത്തിൽ അവനിലായിരുന്നു. ദൈവം ഒരു മനുഷ്യനിലായിരുന്നു. ഇപ്പോൾ അത് ദൈവം മനുഷ്യരിലാകുന്നു. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപത്തിൽ തന്റെ മുഴുവൻ സഭയിലുമായിരിക്കുന്നു. ദൈവം വെളിപ്പെടുത്തുകയും തന്റെ വചനത്തെ പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ദൈവം എല്ലാ കാലങ്ങളിലും അവന്റെ മേൽ തൊലികൊണ്ട് മൂടപ്പെട്ടിരുന്നതായി നാം കാണുന്നു. ദൈവം ഒരു തിരശ്ശീലയുടെ പിന്നിൽ ഒളിച്ചിരുന്നു. തെക്ക് നാട്ടിൽ സംഭവിച്ചതായ ഒരു ചെറിയ കഥ ഇതെന്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. ഒരു ക്രിസ്തീയ കുടുംബം അവിടെ ഉണ്ടായിരുന്നു. ഈ ക്രിസ്തീയ വീട്ടിൽ അവർ ദൈവത്തെ വിശ്വസിച്ചിരുന്നു. ദൈവം അവരെ എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും സംരക്ഷിച്ചിരുന്നു എന്നവർ വിചാരിച്ചിരുന്നു. അതങ്ങനെ അവർ ചെയ്തുമിരുന്നു. അവർക്ക് ഒരു ജൂനിയർ ഉണ്ടായിരുന്നു. അവൻ ഏകദേശം 7 അല്ലെങ്കിൽ 8 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവൻ സൺഡേ സ്കൂളിൽ പോവുകയും അങ്ങനെ ഒരു നല്ല മിടുക്കനായ പയ്യനുമായിരുന്നു. എന്നാൽ അവൻ കൊടുങ്കാറ്റിനെ ഭയപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് മിന്നലുണ്ടാകുമ്പോൾ അവൻ ഭയന്നിരുന്നു. ഒരു തുണ്ടുപോലെ എന്തോ വളർന്നു വന്നിട്ട് അതിൽ നിന്നും സൗഖ്യം പ്രാപിച്ച ഒരു മനുഷ്യനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മനുഷ്യനോട് പറഞ്ഞിരുന്നു. ഈ ശുശ്രൂഷകൻ തന്നെ എന്നോട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, നിങ്ങളിൽ നിന്നും അവർ ഒരു ദൈവത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. ശരി, അദ്ദേഹം ഒരു വിമർശകനായിരുന്നു. അതിനാൽ സ്വല്പം ഇവിടെ വെച്ച് അയാളെ വേദനിപ്പിക്കാതെ ഒരു വിധത്തിലാക്കിക്കൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ നിർത്തിക്കളയാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയായിരിക്കുന്നത് തിരുവഴുത്തിൽ നിന്നും വളരെ ദൂരത്തായിരിക്കുന്ന ഒരു കാര്യമാണോ എന്ന് ഞാൻ ചോദിച്ചു.
I said, no, it isn't. ഞാൻ പറഞ്ഞു, അല്ല, അതങ്ങനെയല്ല. എന്തുകൊണ്ടെന്നാൽ യേശു പ്രവാചകന്മാരെ ദേവന്മാരെന്ന് വിളിച്ചിരിക്കുന്നു. നോക്കൂ, അത് ശരിയാണ്. എന്നാൽ അവർ പറയും നിങ്ങൾ ദൈവത്തിന്റെ സ്ഥാനത്തെ എടുക്കാൻ ശ്രമിക്കുകയാണെന്ന്. അത് വളരെ ദൂരത്തായ ഒരു കാര്യമല്ല. ശരിക്കും അത് തന്നെയാണ് ഇതും. അതെ, ശരിക്കും അത് തന്നെ. അവൻ വാഗ്ദത്തം ചെയ്ത പോലെ തന്നെ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. നാം കാണുന്ന ഈ ചെറിയ കുടുംബത്തിൽ എന്റെ മനസ്സിൽ വന്നതായി ഈ കഥയെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഒരു രാത്രിയിൽ അവിടെ ഒരു വലിയ കൊടുങ്കാറ്റടിക്കുകയും അവന്റെ അമ്മ ജൂനിയറിനോട് പറഞ്ഞു, മകനെ, നീ മുകളിലത്തെ നിരയിൽ പോയി കിടന്നുറങ്ങിക്കൊള്ളുക. അമ്മ, എനിക്ക് പേടിയാകുന്നു എന്നവൻ പറഞ്ഞു. നിനക്ക് യാതൊരു ഹാനിയും ഉണ്ടാകാൻ പോകുന്നില്ല, പോയിട്ട് മുകളിൽ കിടന്നുകൊള്ളുക എന്ന് പറഞ്ഞു. കൊച്ചു ജൂനിയർ അവിടെ പോയി കിടന്നു. ജനലിന് ചുറ്റുമായി കൊള്ളിയാൻ മിന്നുകയും മറ്റുമായിട്ട് ഈ കൊച്ചു പയ്യൻ ആകപ്പാടെ ഭയാശങ്കയിലായി. അവൻ തന്റെ തല പുതപ്പിനടിയിലേക്ക് ചേർത്ത് വയ്ക്കും. അപ്പോഴും അവനത് കേൾക്കാം, അല്ലെങ്കിൽ ജനലിന്മേൽ കൊല്ലിയാൻ മിന്നുന്നത് കാണാനും ഇടിമുഴക്കം കേൾക്കാനും കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ അമ്മയെ എന്ന് വിളിച്ചു. നിനക്ക് എന്ത് വേണം ജൂനിയറെ എന്ന് അവൾ ചോദിച്ചു. മേളിൽ വന്നിട്ട് എന്നോട് കൂടെ ഉറങ്ങുക എന്നവൻ പറഞ്ഞു. ഏതൊരു നല്ല ആത്മാർത്ഥതയുമുള്ള അമ്മയും ചെയ്യുന്നത് പോലെ തന്നെ അവർ പടിചവിട്ടി മുകളിലേക്ക് കടന്നു വന്നു. അങ്ങനെ അവർ മുകളിലേക്ക് കടന്നു വന്നിട്ട് ജൂനിയറിനെ അവൾ തന്റെ കരങ്ങളിലേക്ക് എടുത്തിട്ട് പറഞ്ഞു, ജൂനിയറെ, അമ്മ നിന്നോട് ഒരു നിമിഷം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ പറഞ്ഞു, ശരി അമ്മേ, ഇപ്പോൾ നീ ഇത് മറക്കാതിരിക്കണം എന്നവർ പറഞ്ഞു. നമ്മൾ സ്ഥിരമായി പള്ളിയിൽ പോകുന്നവരാണ്. നമ്മൾ വേദപുസ്തകം വായിക്കും, നമ്മൾ പ്രാർത്ഥിക്കും, നമ്മളൊരു ക്രിസ്തീയ കുടുംബമാണ്, നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, കൊടുങ്കാറ്റിലും അങ്ങനെ എന്ത് തന്നെ വന്നാലും ദൈവമാണ് നമ്മുടെ സംരക്ഷകൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവൻ പറഞ്ഞു, അമ്മേ, അതെല്ലാം അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അവൻ പറഞ്ഞു, ആ കൊള്ളിയാൻ അത്രമാത്രം അടുത്ത് വരുമ്പോൾ അവൻ പറഞ്ഞു, തൊലി കൊണ്ട് മൂടപ്പെട്ടതായ ഒരു ദൈവം എനിക്ക് അവിടെ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് ജൂനിയറിന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ആ രീതിയിലാണ് തോന്നുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. നാം തമ്മിൽ ഒരുമിച്ച് കൂടുമ്പോഴും ഒരുവൻ വേറൊരാൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോഴും തൊലി കൊണ്ട് മൂടപ്പെട്ടതായ ദൈവം അവിടെ വേണ്ടിയിരിക്കുന്നു. ദൈവം എല്ലായ്പ്പോഴും തൊലി കൊണ്ട് മൂടപ്പെട്ടതായി വന്നിരുന്നു എന്ന് നാം ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നു. മോശ അവനെ കണ്ടപ്പോൾ അവൻ തൊലി കൊണ്ട് മൂടപ്പെട്ടിരുന്നു. ഒരു മനുഷ്യനെ പോലെ അവനെ കാണപ്പെട്ടിരുന്നു. ദൈവം തിരശ്ശീലകളുടെ പിന്നിലായിരുന്നപ്പോൾ അവന് തന്റെ മേൽ തൊലി കൊണ്ട് മൂടപ്പെട്ടതായിരുന്നു. അങ്ങനെ ദൈവം ഇന്ന് രാത്രിയിൽ തന്റെ സഭയിൽ തന്നെ തൊലി കൊണ്ട് മൂടപ്പെട്ട് തന്റെ സഭയിൽ മറഞ്ഞിരിക്കുന്നു. അവൻ ഇപ്പോഴും ഇന്ന് രാത്രിയിലും അതേ ദൈവം തന്നെയാണ്. അത് നാം കണ്ടുപിടിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ എല്ലായ്പ്പോഴത്തെയും പോലെ തന്നെ തൊലിയുടെ മറയാണ് സമ്പ്രദായങ്ങളെ പിടിക്കുന്നത്. ആ ജനങ്ങളെ അപ്രകാരം പ്രവർത്തിക്കാൻ ഇടയാക്കുന്നതെന്ന് അവർക്ക് വിശ്വസിക്കാൻ ഒട്ടും കഴിയുന്നില്ല. നോക്കൂ, അതെന്തുകൊണ്ടാണെന്നാൽ ദൈവം തന്റെ സഭയിൽ മറഞ്ഞിരിക്കുന്നതിനാലാണ്. അവന്റെ മേൽ തൊലിയുമായി മൂടപ്പെട്ടിരിക്കുന്നു. അത് ശരിയാണ്. അവൻ അവിശ്വാസികളിൽ നിന്ന് മറഞ്ഞും വിശ്വാസികൾക്ക് വെളിപ്പെട്ടുമിരിക്കുന്നു. അതെ സാറേ. ഇപ്പോൾ അവരുടെ സമ്പ്രദായങ്ങളുടെ മൂടുപടം, അവരുടെ മൂപ്പന്മാരുടെ സമ്പ്രദായങ്ങളെ വചനം പൊട്ടിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ, തീർച്ചയായും ഇന്ന് അപ്പോൾ അത് വ്യക്തമായ കാഴ്ചപ്പാടിലാകുകയും നാം അവനെ കാണുകയും ചെയ്യുന്നു. സൃഷ്ടികർത്താവ് വീണ്ടും മനുഷ്യ ശരീരത്തിൽ മൂടപ്പെട്ടിരിക്കുന്നു. എബ്രായർ 1 അപ്രകാരം പറയുന്നു. കൂടാതെ ഉൽപ്പത്തി 18. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ദൈവം ഒരു മനുഷ്യനായിട്ട് അവിടെ നിന്നുകൊണ്ട് അബ്രഹാമിനോട് സംസാരിക്കുകയും തിന്നുകയും അവന്റെ പിന്നിൽ കൂടാരത്തിലായിരുന്ന സാറ എന്താണ് ചെയ്തിരുന്നതെന്ന് പറയുകയും ചെയ്തു. സോദോമിന്റെ നാളുകളിലെ പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലും ആകുമെന്ന് യേശു പറഞ്ഞു. സൃഷ്ടികർത്താവ് വീണ്ടും മനുഷ്യ ശരീരത്തിൽ മൂടപ്പെട്ടു. ദൈവപുത്രൻ വെളിപ്പെടുമ്പോൾ എന്ന് യേശു പറഞ്ഞില്ല എന്ന കാര്യം ഓർക്കുക. ലൂക്കോസിന്റെ 17-ാം അധ്യായം അതിന്റെ 20-21 വാക്കുകളോടുകൂടി എവിടെയോ ആണെന്ന് അത് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ എന്നാണ് അവൻ. മനുഷ്യപുത്രൻ വീണ്ടും തിരികെ സഭയിലായിട്ട് മനുഷ്യരിൽ വെളിപ്പെടുന്നു. ദൈവപുത്രനല്ല, എന്നാൽ മനുഷ്യപുത്രൻ വീണ്ടും ഈ അന്ത്യനാളുകളിൽ തന്റെ സഭയിലായിരിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായി നാം കാണുന്നു. പഴയ നിയമത്തിൽ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നു. പുറപ്പാടിൽ നിന്നും ഒരു വേദഭാഗം എന്റെ പക്കലുണ്ട്. അതായത് പഴയ തഹശുതോലുകൾ അതെന്താണ് ചെയ്യുന്നത്? ആ തഹശുതോലുകൾ ജനങ്ങളിൽ നിന്നും ദൈവത്തിന്റെ തേജസ്സിനെ മറച്ചിരുന്നു. ജനങ്ങൾക്കത് കാണാൻ കഴിയാതിരുന്നതിന്റെ കാരണം അതൊരു തൊലിയായിരുന്നു അതിനെ മറച്ചു പിടിച്ചിരുന്നത്. ദൈവത്തിന്റെ തേജസ് ആ തൊലിക്ക് പിന്നിലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ദൈവത്തിന്റെ തേജസ് നിങ്ങളുടെ തൊലിക്ക് പിന്നിലാകുന്നു. അത് ശരിയാണ്. സമ്പ്രദായങ്ങൾ അത് കാണുന്നില്ല. അത് മൂടുപടത്തിനകത്ത് എവിടെ തന്റെ വചനമാകുന്നുവോ അവിടെയാകുന്നു. പിൻകാലത്ത് ആ പഴയ തഹശുതോലുകളുടെ ഉള്ളിലായി എന്തായിരുന്നു? അത് നാം അവനെ ആഗ്രഹിക്കത്തക്കവണ്ണം അവിടെ യാതൊരു സൗന്ദര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് ജഡമായി വെളിപ്പെട്ട് നമ്മുടെ ഇടയിൽ പാർത്തപ്പോൾ അപ്പോഴും അവനെ ആഗ്രഹിക്കത്തക്കവണ്ണം യാതൊരു സൗന്ദര്യവും ഇല്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇന്നും അതേ കാര്യം തന്നെയാണ്. ഒരു പുരുഷനിലോ അല്ലെങ്കിൽ ഒരു സ്ത്രീയിലോ ആഗ്രഹിക്കത്തക്കതായി യാതൊന്നും തന്നെയില്ല. എന്നാൽ ഇതാകുന്നു അവിടെ പിന്നിലായിട്ടുള്ളത്. അത് തന്നെയാകുന്നു അത്. നിങ്ങൾ പറഞ്ഞേക്കാം, ആ മനുഷ്യൻ അയാൾ ഒരു മദ്യപാനിയായിരുന്നു, അയാൾ ഈ കാര്യം ചെയ്തിരുന്നു എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞേക്കാം. അയാൾ എന്ത് ചെയ്തിരുന്നു എന്നുള്ളതിനെ ഞാൻ കാര്യമാക്കുന്നില്ല. എന്നാൽ ആ തൊലിക്ക് പുറകിലായി എന്താണ് മറഞ്ഞിരിക്കുന്നത്? എന്താണ് അവിടെ പിന്നിലായിട്ടുള്ളത്? അതാണ് അവിടെ കാര്യമാക്കുന്നത്. അതാണ് ജനങ്ങൾ അന്ധരായിരിക്കുന്നു. ആ തൊലി ജനങ്ങളെ അന്ധരാക്കുന്നു. നോക്കൂ, ആ സ്ത്രീ അതുപോലെ ചെയ്തിരുന്നതായി ഞാൻ ഓർക്കുന്നുവെന്ന് അവർ പറഞ്ഞേക്കാം. എനിക്കറിയാം അവർ എന്ത് ചെയ്തിരുന്നുവെന്ന്. എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? നോക്കൂ, ആ തോലുകൾ ഒരിക്കൽ ആ മൃഗങ്ങളുടെ മേലായിരുന്നു എങ്കിലും എന്നാൽ ഇപ്പോൾ അത് ദൈവത്തിന്റെ തേജസ്സിനെ മറയ്ക്കുന്നു.
അതിന്റെ പുറകിലായിട്ട് അത് അതിനെ വസിപ്പിച്ചിരിക്കുന്നു. അതൊരു മൃഗത്തിന്മേലായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് ദൈവത്തിന്റെ തേജസ്സിനെ വസിപ്പിക്കുന്നു. അതിനാൽ നിങ്ങളുടെ തൊലിയും ഇന്ന് രാത്രിയിൽ മാറ്റപ്പെട്ടിട്ട് ദൈവത്തിന് വസിക്കാനുള്ള ഒരു സ്ഥാനമായി ഉണ്ടാക്കപ്പെട്ടിട്ട് ദൈവം മനുഷ്യ പ്രകൃതിയിൽ വാസം ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ആ പഴയ തഹശ് തോലുകൾക്ക് പിന്നിലായി അതിന്റെ അകത്തായി ഉണ്ടായിരുന്നത് വചനമായിരുന്നു എന്ന് നാം കണ്ടിരുന്നു. വചനവും അവിടെ കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. പെട്ടകം തളിക്കപ്പെട്ടിരുന്നു. അതെന്തായിരുന്നു? ഷെക്കനായ ഗ്ലോറി അവിടെ അകത്തുണ്ടായിരുന്നു. ഇപ്പോൾ വചനം ഒരു വിത്താകുന്നു. അതിനുമേൽ സൂര്യപ്രകാശം പതിക്കാതെ അതിന് വളരുവാൻ കഴിയുകയില്ല. അതിന് വളരുന്നതിനും ഫലം പുറപ്പെടുവിക്കുന്നതിനും വേണ്ടി സൂര്യന് വിത്തിന്മേലാകേണ്ടിയിരിക്കുന്നു. ആ ഒരൊറ്റ രീതിയിൽ മാത്രമാണ് നിങ്ങൾ വചനത്തെ എടുക്കുന്നത്. വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുത്ത് ഷെക്കനായ ഗ്ലോറിയിലേക്ക് കടന്നു ചെല്ലുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് കാഴ്ചയപ്പമായ മന്ന കൊണ്ടുവരും. അതൊരു വേർതിരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. അത് തിന്നാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, അത് തിന്നാനായി അനുവദിക്കപ്പെട്ടിരിക്കുന്നത് അതിനനുവദിക്കപ്പെട്ടവരും അതിനെ അറിയുന്നവരും മാത്രമാണ്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് രൂപാന്തരപ്പെടുന്നു എന്ന് പൗലോസ് ഇവിടെ പറഞ്ഞു. നിങ്ങൾ നോക്കൂ, അവസാനം അത് തിരികെ അതിന്റെ യഥാർത്ഥമായ തേജസ്സിൽ എത്തിച്ചേരുന്നു. അതൊരു രാവിലത്തെ തേജസ്സിന്റെ വിത്ത് പോലെയാണ്, ഒരു പൂവിന്റെ വിത്ത്. അത് മണ്ണിലേക്ക് വീഴുന്നു. ആ വിത്തുമണി മണ്ണിലേക്ക് വീഴുന്നു. എന്താണ് ആദ്യം സംഭവിക്കുന്നത്? അത് പൊട്ടി വളർന്ന് മുകളിലേക്ക് വരുന്നു. അതൊരു ചെറിയ അങ്കുരമാകുന്നു. അതിനുശേഷം അത് തണ്ടിലേക്ക് പോകുന്നു. അതിനുശേഷം തണ്ടിൽ നിന്നും തിരികെ യഥാർത്ഥ വിത്തിലേക്ക് പോകുന്നു. എങ്കിൽ സഭയും അതേ കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് ലൂഥറിൽ കൂടെയും വെസ്ലിയിൽ കൂടെയും കടന്നു വന്നിട്ട് ഇപ്പോൾ തിരികെ യഥാർത്ഥ വിത്തിലേക്ക്, അതെ, തിരികെ അതിന്റെ യഥാർത്ഥമായ തേജസ്സിലേക്ക് മടങ്ങി വരുന്നു. അതിന്റെ ആദിയിലുണ്ടായിരുന്ന തേജസ്സിലേക്ക് മടങ്ങിയിരിക്കുന്നു. കിഴക്കുതിച്ച അതേ സൂര്യൻ തന്നെയാണ് പടിഞ്ഞാറും അതേ കാര്യങ്ങളെ തന്നെ പ്രകടിപ്പിക്കുന്നത്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് രൂപാന്തരപ്പെടുന്നു. അത് വിഗ്രഹാരാധനയിൽ നിന്നും മാറിയിട്ട് ലൂഥറിലേക്കും, ലൂഥറിൽ നിന്നും വെസ്ലിയിലേക്കും, വെസ്ലിയിൽ നിന്നും പെന്തിക്കോസ്തിലേക്കും അങ്ങനെ തുടർന്നിട്ട് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ആ മറിഞ്ഞിരിക്കുന്ന മന്നെ ഉത്പാദിപ്പിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അത് പക്വത പ്രാപിച്ചിട്ട് അവനെ തിരികെ തുടക്കത്തിൽ അവനായിരുന്നു അതേപോലെ തന്നെ തിരികെ കൊണ്ടുവരുന്നു. അവന്റെ അതേ ശുശ്രൂഷയും അതേ യേശുവും അതേ ശക്തിയും അതേ പരിശുദ്ധാത്മാവും പെന്തക്കോസ്ത് ദിവസം വന്ന അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇന്ന് വെളിപ്പെട്ടിരിക്കുന്നത്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് പരിശുദ്ധാത്മാഭിഷേകത്തോടുകൂടി തിരികെ അതിന്റെ യഥാർത്ഥ വിത്തിലേക്ക് പോകുന്നു. അതേ അടയാളങ്ങളാലും അതേ അത്ഭുതങ്ങളാലും അതേ സ്നാനത്താലും അതേ തരത്തിലുള്ള ജനങ്ങൾ അതേ രീതിയിൽ പ്രവർത്തിക്കുന്നു. അതേ ശക്തിയോടും അതേ ഉണർച്ചയോടും കൂടെ പ്രവർത്തിക്കുന്നു. ഇത് തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുകയാണ്. എന്നിട്ട് അടുത്തത് എന്താണെന്നാൽ ഈ തേജസ്സിൽ നിന്നും അവന്റെ സ്വന്തം തേജസ്സോടുകൂടിയ ശരീരം പോലെ ഒരു ശരീരത്തിലേക്ക് മാറ്റപ്പെട്ടിട്ട് അവിടെ വെച്ച് നാം അവനെ കാണും. അബ്രഹാം അതേ കാര്യം തന്നെ കണ്ടു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അതെങ്ങനെയാണ് മാറ്റപ്പെടുന്നതെന്ന് നാം കാണുന്നു. കാൽവരി തൊട്ട് അവന്റെ തേജസ്സിനെ പങ്കിടാൻ നാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നാം അവന്റെ ദേഹത്തിലേക്ക് സ്നാനപ്പെട്ടിരിക്കുന്നു. ഒരേ ആത്മാവിൽ സ്നാനമേറ്റ് ഒരേ വെള്ളത്തിലെന്നല്ല, ഒരേ ആത്മാവിൽ നാം എല്ലാം സ്നാനമേറ്റിരിക്കുന്നു. അത് ശരിയാണ്. അതിനുശേഷം നാം അവന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെ അധികം നീണ്ട നേരമായിട്ട് ഇരുത്തിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്നാൽ ഇത് ഒരു വലിയ സ്വരലയം കളിക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ഒരു നാടകം അഭിനയിക്കുന്നത് പോലെയാണ്. എനിക്ക് മേളക്കൊഴുപ്പിനെ കുറിച്ചോ നാടകത്തിനെ കുറിച്ചോ അധികം ധാരാളമൊന്നും അറിയില്ല. എന്നാൽ ഞാൻ ഈ കളിയെ ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ കാർമെനെ കുറിച്ചാണ് പറയുന്നത്. എന്റെ മകളും അവരെല്ലാം അതിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള കാര്യമാണ്. അങ്ങനെ അവർ ഈ സ്വരലയത്തെ കാർമെൻ പാടുകയായിരുന്നു. അവർ അത് അഭിനയിക്കുകയും ഈ പാട്ട് അതേ കാര്യം തന്നെ അഭിനയിക്കുകയുമായിരുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിലേക്ക് സ്നാനപ്പെടുമ്പോൾ അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളിൽ പലരും പീറ്റർ ആൻഡ് വൂൾഫ് രചിച്ച ആ മഹാനായ റഷ്യക്കാരനായ ഗാനരചയിതാവിന്റെ കഥ കേട്ടിട്ടുണ്ടാകുകയോ അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാകുകയോ ചെയ്തിരിക്കാം. എപ്രകാരം അവർ അത് ചിഹ്നങ്ങൾ കൊണ്ട് സൂചിപ്പിച്ച് അഭിനയിച്ചിരിക്കുന്നു. ആ കഥ അറിയാവുന്ന ആർക്കും അത് കടലാസിൽ നിന്നും എടുത്ത് വായിക്കുമ്പോൾ ആ നാടകം എപ്രകാരമാണ് അഭിനയിക്കുന്നതെന്നുള്ളതിന്റെ ഗാനം കേൾക്കാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ഓരോ മാറ്റങ്ങളും അവർക്കറിയാം. അവർക്ക് അത് ഇവിടേക്ക് നോക്കിയിട്ട് മാറ്റങ്ങളെ കാണാൻ കഴിയും. എന്നാൽ ഇപ്പോൾ ഗാനരചയിതാവ് എന്തെങ്കിലും ഒരു കാര്യം എഴുതുകയും അത് ശരിയായ രീതിയിൽ അഭിനയിച്ച് നാം കാണപ്പെടുകയും ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ എന്തോ സംഭവിച്ചതായി അല്ലെങ്കിൽ അവിടെ എന്തോ കുറവുള്ളതായി നാം കാണുന്നു. അതിന്റെ രചയിതാവ് ആരാകുന്നുവോ അവൻ അത് ഉണ്ടാക്കിയിട്ട് അത് എഴുതിയിരിക്കുന്നു. അതിനുശേഷം പാട്ട് അത് പാടുകയും തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്തോ പിന്നെ അവിടെ തെറ്റുപറ്റിയിട്ടുണ്ട്. സംവിധായകൻ അതിന് തെറ്റായ ഒരു നീക്കം കൊടുത്തിരിക്കുന്നു. നോക്കൂ, അതാണ് ഇന്ന് എന്റെ ലൂത്തറൻകാരനായ സഹോദരനും എന്റെ ബാപ്റ്റിസ്റ്റുകാരനായ സഹോദരനും എന്റെ പെന്തിക്കോസ്തുകാരനായ സഹോദരനും കൂടാതെ വിവിധ സ്ഥാപിത സഭാ സംഘടനകളിലുള്ള എന്റെ മറ്റു സഹോദരന്മാർക്കും പറ്റിയിരിക്കുന്നത്. അതാകുന്നു അതിന്റെ കാരണം. അല്ലെങ്കിൽ വെസ്ലിയുടെ കാലത്ത് കൊടുത്തിരുന്ന ഒരു കുറിപ്പിനെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ പാട്ടിന്റെ കടലാസ് ഇവിടെ ഇത് വേറൊരു ദിവസമാണെന്ന് കാണിക്കുന്നു. നോക്കൂ,
നമുക്ക് ലൂഥറിന്റെ ദിവസത്തെ പ്രകാശത്തിൽ ജീവിക്കാൻ കഴിയുകയില്ല. അദ്ദേഹം ഒരു മതപരിഷ്കർത്താവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്തെ നാം അഭിനന്ദിക്കുന്നു, എന്നാൽ നാം അത് പാടിക്കഴിഞ്ഞിരിക്കുന്നു. നാം അത്രയും ദൂരത്തായിട്ട് ഇപ്പോൾ ആ പുസ്തകത്തിന്റെ പിന്നിലായിരിക്കുന്നു. നോക്കൂ, നമുക്കത് അപ്രകാരം പാടി തീർക്കാൻ കഴിയുകയില്ല. അതെപ്പോഴെങ്കിലും ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഒരേ ഒരു വഴി എന്നത് ഇതാകുന്നു, എന്റെ സഹോദരന്മാരെ. കൂടാതെ ഈ ലോകത്തിലുള്ള സഹോദരന്മാരെ, അതായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ള സഹോദരന്മാരെ എന്ന് ഞാൻ പറയുന്നു. അതിനുവേണ്ടി ആ സംവിധായകന് ചെയ്യേണ്ടതായ ഒരേ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അദ്ദേഹത്തിന് ഗാനരചയിതാവായിരിക്കുന്ന അതേ ആത്മാവിൽ കടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അയാൾക്കത് കിട്ടും. അപ്പോൾ സഭ ഗാനമേള സ്വയം തന്നെ അവിടെ ഈ ലോകം ഒരു അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സഭയും ഗാനരചയിതാവും സംവിധായകനും എല്ലാവരും കൂടി ഗാനരചയിതാവിന്റെ ആത്മാവിലാകുമ്പോൾ, അങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം അത്ഭുതങ്ങളുടെ സമയം കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു എന്നവർ പറയുമ്പോൾ അതിന്റെ ശരിയായിട്ടുള്ള താളത്തിൽ തട്ടുകയില്ല. എന്നാൽ അത് അതിന്റെ ശരിയായിട്ടുള്ള ആട്ടത്തിലും ശരിയായിട്ടുള്ള ആത്മാവിലും എത്തിക്കഴിയുമ്പോൾ ഗാനരചയിതാവിന്റെ ആത്മാവ് കടന്നു വരാതെ നിങ്ങൾ അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? ആമേൻ. അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ ഒരിക്കലും കടന്നുപോയിട്ടില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ മേളം ഉച്ചത്തിൽ ആമേൻ എന്ന് പറയുന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് നാം പറയുമ്പോൾ മേളം ഉച്ചത്തിൽ ആമേൻ എന്ന് പറയും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോൾ മേളം ഉച്ചത്തിൽ ആമേൻ, എനിക്കത് കിട്ടിയിരിക്കുന്നു എന്ന് പറയും. അതിനുശേഷം പിന്നെ അതിനെക്കുറിച്ച് യാതൊരു ഊഹ കാര്യങ്ങളുമില്ല. മുഴുവൻ മേളവും വചനമായിട്ട് ചർച്ചയിലായിരിക്കുന്നു. അതാകുന്നു ഇത്. ഇതൊരു മഹനീയമായ കാര്യമാകുന്നു. സംവിധായകനും രചയിതാവും ഒരേ ആത്മാവിലായിരിക്കണം. അതുപോലെ തന്നെ പാട്ടുകാരും അത് പാടി തീർക്കുന്നതിനായിട്ട് അതേ താളത്തിലായിരിക്കണം. ലോകം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസത്തെ കുറിച്ച് അവർ സംസാരിക്കുന്നു. അതിനെ കൊണ്ട് അവർക്ക് പ്രയാസപ്പെടുത്തിയിരിക്കുന്നു. ഈ സംയോജനവും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും കൂടാതെ ഒറ്റപ്പെടുത്തലും ദയതോന്നണമേ. കർത്താവിന്റെ വരവടുത്തിരിക്കുമ്പോൾ ഇതെല്ലാം അസംബന്ധമാകുന്നു. എന്തോ തെറ്റായിട്ട് അവിടെ അതിനെ തട്ടിയിരിക്കുന്നു. രചയിതാവിന്റെ താളത്തിൽ നിന്നും സംവിധായകനും ഈ സംവിധായകന്മാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമുക്ക് രചയിതാവിന്റെ താളം കിട്ടുമ്പോൾ, അതായത് ആ യഥാർത്ഥമായ ദൈവത്തിന്റെ ശക്തി കിട്ടുമ്പോൾ, അതായത് പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ചിട്ട് ദൈവകൽപ്പനയാൽ മനുഷ്യർ വേദപുസ്തകം എഴുതിയിരിക്കുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു. ചൈനക്കാരുടെ ആ കടലാസിന്റെ രണ്ട് തുണ്ടുകളും തമ്മിൽ ഒത്തൊരുമിക്കുന്നത് പോലെ ദൈവത്തിന്റെ വേദപുസ്തകവും ഒരു വിശ്വാസിയും തമ്മിൽ ഒത്തുചേരുന്നത് നിങ്ങൾ കാണും. കാരണം അവർ രണ്ടും ഒരേ ആത്മാവിലാണ്. അവർ രണ്ടും ഒരേ കാര്യം തന്നെയാണ്. അവ തമ്മിൽ നേരെ ഒന്ന് മറ്റൊന്നുമായി യോജിക്കുന്നു. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണെന്നാൽ അത് സംവിധായകന്മാരാകുന്നു. അത് ശരിയാണ്. തിരികെ വചനത്തിലേക്കായിട്ട് അത് പറഞ്ഞിരിക്കുന്ന അതേ പ്രകാരം തന്നെ അത് വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾ ദൈവത്തെ അവനെ തന്നെ സ്വയമായി കാണും. അതാകുന്നു അനാവരണം. ആ നാടകം യഥാർത്ഥമായി തീർന്നിരിക്കുന്നു. കൊള്ളാം, അവനൊരു ചരിത്രത്തിലുള്ള ദൈവമാണെന്ന് ഇന്നവർ പറയും. അവൻ ചെങ്കടലിനെ പിളർന്നിരിക്കുന്നതിനെ പറ്റി നമുക്കറിയാം. അവൻ ഇതെല്ലാം ചെയ്യുകയും എബ്രായ മക്കളോടൊപ്പം അവൻ തീച്ചൂളയിലായി ഉണ്ടായിരുന്നു. അവൻ അതുപോലെ തന്നെ ഇന്നായിരിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ ചരിത്രത്തിലുള്ള ദൈവത്തെ കൊണ്ട് എന്താണ് ഗുണം? മനുഷ്യരെപ്പോഴും ദൈവത്തെ അവൻ ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് സ്തുതിക്കുകയും അവൻ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയും അവൻ എന്താണ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് അജ്ഞരായിരിക്കുകയും ചെയ്യുന്നു. അപ്രകാരം ചെയ്യുന്നത് മനുഷ്യരിലുള്ള ഒരു കാര്യമാണ്. അതേ കാര്യം തന്നെയാണ് ഇന്നും എന്റെ സഹോദരന്മാരെ, അതേ കാര്യം തന്നെയാണ്. നാം തിരികെ വന്നിട്ട് ആ മേളത്തെ ശരിയായ രീതിയിൽ പാടാം. അവിടെ ലോകത്തിനത് കാണാൻ കഴിയും. യേശു പറഞ്ഞു, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. സംവിധായകന്മാർ പാട്ടുകാരോടും രചയിതാവിനോടും കൂടി ശരിയായിട്ടുള്ള താളത്തിലാകട്ടെ, എല്ലാ കാര്യങ്ങളും ശരിയായിക്കൊള്ളും. പിന്നെ നമുക്കതിനെക്കുറിച്ച് ഊഹോപോഹങ്ങളില്ല. നാം അവനുമായി തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. എബ്രായർ 13:8 പറയുന്നു, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. നാം അവനുമായി പ്രവർത്തികൾ 2 തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. നാം അവരുമായി അതേ സ്നാനത്തോടുകൂടിയും അതേ കാര്യങ്ങളോടുകൂടിയും തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. പണ്ടവനായിരുന്നതെല്ലാം, അവനാകുന്നതെല്ലാം, അവനായിരുന്നതും അവനാകുന്നതും നാം ആകുന്നു. അത് യഥാർത്ഥമാണ്. അത് ഞാനൊരു യഥാർത്ഥമായ അമേരിക്കക്കാരനാകാൻ ആഗ്രഹിക്കുന്നത് പോലെയാണ്. അമേരിക്ക എന്തായിരുന്നുവോ അതെല്ലാമായിട്ടും അതെന്താകുന്നുവോ അതെല്ലാമായിട്ടും എനിക്ക് തിരിച്ചറിയപ്പെടേണ്ടിയിരിക്കുന്നു. ഞാനൊരു യഥാർത്ഥ അമേരിക്കക്കാരനാണെങ്കിൽ അതെല്ലാമായിട്ട് എനിക്ക് തിരിച്ചറിയപ്പെടേണ്ടിയിരിക്കുന്നു. ഞാനൊരു യഥാർത്ഥ അമേരിക്കക്കാരനാണെങ്കിൽ ഞാൻ പ്ലൈമൗത്ത് റോക്കിൽ കരക്കിറങ്ങിയിരുന്നു. ആമേൻ, അതെ, ഞാനത് ചെയ്തിരുന്നു. ഞാനൊരു അമേരിക്കക്കാരനാണെങ്കിൽ നിങ്ങളും അത് തന്നെ ചെയ്തിരിക്കുന്നു. നിങ്ങളും പ്ലൈമൗത്ത് റോക്കിൽ തീർത്ഥാടകന്മാരായ പിതാക്കന്മാരോടൊപ്പം കരക്കിറങ്ങി. പ്ലൈമൗത്ത് റോക്കിൽ അവരിറങ്ങിയപ്പോൾ ഞാൻ അവരോട് കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും. ആപത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഞാൻ പോൾ റിവറയോടൊപ്പം ഉണ്ടായിരുന്നു. അത് തികച്ചും ശരിയാണ്. ഇവിടെയുള്ള വാലി ഫോർജിലെ മഞ്ഞ് പിടിച്ച ഡെലാവറെ ഞാൻ മറികടന്നു. ഒരു കൂട്ടം ഭടന്മാരോടൊപ്പം അവരിലെ പകുതി പേർക്ക് പോലും കാലിൽ ഷൂ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ജോർജ് വാഷിംഗ്ടന്റെ കൂടെ രാത്രി മുഴുവൻ മുമ്പ് കൂട്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ അമേരിക്കക്കാരാകുന്നു എന്ന് ഹൃദയത്തിൽ ഒരു ദർശനത്തോടു കൂടി ഞാൻ ഡെലാവറെ മറികടന്നു. അതെ സാറേ, വാലി ഫോർജിൽ ഞാൻ തീർച്ചയായും അത് ചെയ്തു. യഥാർത്ഥത്തിലുള്ള കൃതജ്ഞരാർത്ഥരായ പിതാക്കന്മാരോടൊപ്പം ഞാൻ നന്ദി തിരികെ കൊടുത്തു. ഞാൻ ദൈവത്തിന് നന്ദി കൊടുത്തു.
ഞാനൊരു യഥാർത്ഥമായ അമേരിക്കക്കാരനാണെങ്കിൽ അവിടെയുള്ള ആ മേച്യമായി ഞാൻ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ഞാനൊരു അമേരിക്കക്കാരനാണെങ്കിൽ വാസ്തവത്തിൽ ഞാൻ സ്റ്റോൺവെൽ ജാക്സണിനോടൊപ്പം നിന്നപ്പോൾ തിരിച്ചറിയപ്പെട്ടിരുന്നു. ഞാൻ വാസ്തവത്തിൽ ഒരു അമേരിക്കക്കാരനാണെങ്കിൽ ബോസ്റ്റണിലെ ടീ പാർട്ടിയിൽ ഞാൻ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. അതെ സാറേ, അത് ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ കൂടെ സംഗതികളെ കൊണ്ടുപോകുന്നത് നിരാകരിച്ചപ്പോഴായിരുന്നു. ഞാൻ വാസ്തവത്തിലുള്ള ഒരു അമേരിക്കക്കാരനായിരുന്നപ്പോൾ ഞാൻ അതുമായി തിരിച്ചറിയപ്പെട്ടിരുന്നു. അതെ സാറേ. ഓ എന്റെ ജൂലൈ 1-ാം തീയതി 1976 ആദ്യമായി ഞാൻ ലിബർട്ടി ബെല്ലടിച്ചു. ഞാൻ ഇവിടെയുള്ള ലിബർട്ടി ബെല്ലടിച്ചിട്ട് നാം സ്വതന്ത്രരാണെന്ന് പ്രഖ്യാപിച്ചു. വാസ്തവത്തിലുള്ള ഒരു യഥാർത്ഥ അമേരിക്കക്കാരനാകേണ്ടിയിരിക്കേണ്ടതിന് എനിക്കത് ചെയ്യേണ്ടിയിരിക്കുന്നു. വിപ്ലവ സമയത്ത്, അതായത് സഹോദരനെതിരായിട്ട് യുദ്ധം ചെയ്തപ്പോൾ ഞാൻ അമേരിക്കയുടെ ലജ്ജയുമായി തിരിച്ചറിയപ്പെട്ടു. അവളുടെ മഹിമ എനിക്ക് വഹിക്കേണ്ടിയിരിക്കുന്നത് പോലെ അവളുടെ ലജ്ജയും എനിക്ക് വഹിക്കേണ്ടിയിരിക്കുന്നു. ഞാനൊരു അമേരിക്കക്കാരനാണെങ്കിൽ എനിക്കത് ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ അവളുമായി തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. അതെ സാറേ. അവിടെയുള്ള ഗെറ്റിംഗ്ബർഗിൽ വെച്ച് ലിങ്കൺ തന്റെ ഭാഷണത്തെ കൊടുത്തപ്പോൾ ഞാൻ അവനുമായി തിരിച്ചറിയപ്പെട്ടിരുന്നു. അതെ സാറേ. രക്താംബരമായ സൈനിക ഭരണന്മാരുടെ ശരീരത്തോടൊപ്പം ഞാൻ വെയ്ക്ക് ഐലൻഡിൽ ഉണ്ടായിരുന്നു. ഞാൻ വെയ്ക്ക് ഐലൻഡിൽ എഴുന്നേറ്റ് നിന്നു. ഗോവയിൽ കൊടി ഉയർത്തുന്നതിന് ഞാൻ സഹായിച്ചു. ഞാനൊരു യഥാർത്ഥ അമേരിക്കക്കാരനാകുന്നു. ആമേൻ. അവൾ എന്താകുന്നുവോ അതെല്ലാം ഞാനാകുന്നു. അതിനെപ്പറ്റി ഞാൻ പ്രബോധനമുള്ളവനാണ്. അതേ, വാസ്തവമായിട്ടും അമേരിക്കയിലുള്ളതെല്ലാം ആയി കഴിഞ്ഞാലും ഞാൻ ഇപ്പോഴും അമേരിക്കക്കാരനാകുന്നു. അവളായിരിക്കുന്നതെല്ലാം ഞാനുമായിരിക്കണം. കാരണം ഞാൻ അവളോടൊപ്പം തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനിയായിരിക്കുകയും അതേ കാര്യം തന്നെയാണ്. നിങ്ങൾക്കതുമായി തിരിച്ചറിയപ്പെടേണ്ടിയിരിക്കുന്നു. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിരിക്കും ഞാൻ മോശയോട് കൂടെയും അല്ലെങ്കിൽ നോഹയോട് കൂടെയും വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പിനെ ജനങ്ങളോട് പ്രസംഗിച്ചു. ഞാൻ മോശയോടൊപ്പം കത്തുന്ന മുൾപടർപ്പിലുണ്ടായിരുന്നു. ഞാൻ അഗ്നിസ്തംഭത്തെ കണ്ടു. ഞാൻ അവന്റെ തേജസ്സിനെ കണ്ടു. ഞാൻ മോശയോട് കൂടെ അവിടെയുള്ള മരുഭൂമിയിലായിരുന്നു. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിരിക്കേണ്ടതിനായി ദൈവം എന്തായിരിക്കുന്നുവോ അതെല്ലാമായിട്ട് എനിക്ക് തിരിച്ചറിയപ്പെടേണ്ടിയിരിക്കുന്നു. ഞാൻ അവന്റെ തേജസ്സിനെ കണ്ടിരിക്കുന്നു. ഞാൻ അവന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. അതിപ്പോൾ എനിക്ക് വേറൊരു രീതിയിൽ വിശദമാക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എനിക്കറിയാം ഞാൻ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്, എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ കണ്ടിരിക്കുന്നു. അതെ സാറേ. ഞാൻ ചെങ്കടലിന്റെ അടുക്കലുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് താഴേക്ക് ഇറങ്ങി വന്നിട്ട് വെള്ളത്തെ ഒരു വശത്തേക്ക് ഭാഗിച്ചപ്പോൾ ഞാനത് കണ്ടിരുന്നു. അതിന്നവർ പറയാൻ ശ്രമിക്കുന്നതായ ഒരു കൂട്ടം ഞാങ്ങണയിൽ കൂടിയല്ലായിരുന്നു, എന്നാൽ ഏകദേശം 90 അടി ആഴമുള്ള സമുദ്രത്തിൽ കൂടിയായിരുന്നു. ഞാൻ ദൈവത്തിന്റെ ആത്മാവിനെ കണ്ടിരുന്നു. ആ ഉണങ്ങിയ നിലത്തുകൂടി മോശയോടൊപ്പം ഞാൻ ചെങ്കടൽ മറികടന്നു. ഞാൻ സീനായ് മലയുടെ അടുക്കൽ നിന്നുകൊണ്ട് ഇടിമുഴക്കം മിന്നലും വീഴുന്നത് കണ്ടിരുന്നു. അവിടെ വെച്ച് മന്ന തിന്നു. ഞാൻ ആ പാറയിൽ നിന്നും കുടിച്ചു. ഞാൻ ഇന്ന് രാത്രിയിൽ ഇപ്പോഴും അത് ചെയ്യുന്നു. ഞാൻ മന്ന തിന്നുന്നവരോടൊപ്പം തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. പാറയിൽ നിന്നും കുടിച്ചവരോടൊപ്പം ഞാൻ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. യോശുവ കാഹളമൂതുകയും യെരിഹോവിന്റെ മതിലുകൾ വീഴുകയും ചെയ്തപ്പോഴും ഞാൻ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ഞാൻ ദാനിയേലിനോടൊപ്പം സിംഹത്തിന്റെ ഗുഹയിലുണ്ടായിരുന്നു. എബ്രായ മക്കളോടൊപ്പം ഞാൻ എരിയുന്ന തീച്ചൂളയിലായിരുന്നു. ഞാൻ കർമേൽ പർവ്വതത്തിൽ ഏലിയാവിനോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ യോഹന്നാൻ സ്നാപകനോടൊപ്പം ആ വിമർശകരുടെ മുമ്പിലുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് താഴേക്ക് ഇറങ്ങുന്നത് ഞാൻ കണ്ടിരുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവരിൽ വസിക്കാൻ ഞാൻ പ്രസന്നനായിരിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേട്ടിരുന്നു. അതേ സാറേ, ഞാൻ തീർച്ചയായും അവനോട് കൂടെ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. അത് തികച്ചും ശരിയാണ്. അവൻ ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ അവനോടൊപ്പം ഞാൻ ലാസറിന്റെ കല്ലറയ്ക്കലുണ്ടായിരുന്നു. ഞാൻ കിണറ്റുകരയിലെ സ്ത്രീയോടൊപ്പം അവൻ അവളുടെ കുറ്റങ്ങൾ അവളോട് പറയുമ്പോൾ ഞാൻ അവളോടൊപ്പം തിരിച്ചറിയപ്പെട്ടിരുന്നു. അതേ സാറേ, ഞാൻ തീർച്ചയായും അവനോട് കൂടെ അവന്റെ മരണത്തിൽ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ഞാൻ ആദ്യത്തെ ഈസ്റ്ററിൽ തിരിച്ചറിയപ്പെട്ടിരുന്നു. ഞാൻ അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അവന്റെ മരണത്തോടൊപ്പം തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ഞാൻ മാളിക മുറിയിൽ 120 പേരോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ വെച്ച് അവരോടൊപ്പം തിരിച്ചറിയപ്പെട്ടിരുന്നു. ഓ, ഞാൻ ആത്മാവിൽ നിറഞ്ഞതുപോലെ അനുഭവപ്പെടുന്നു. ഓ ദൈവമേ, ഞാൻ അവിടെ തിരിച്ചറിയപ്പെട്ടിരുന്നു. ഞാൻ അവരിൽ ഒരുവനാകുന്നു. ഞാൻ തിരിച്ചറിയപ്പെട്ടിരുന്നു. അവർക്കുണ്ടായ അതേ അനുഭവം എനിക്ക് കിട്ടിയിരിക്കുന്നു. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിരിക്കെ അത് സംഭവിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കൊടിയ കാറ്റടിച്ചു വന്നതിനെ ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഞാൻ അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അത് ഇടിമുഴക്കം പോലെ വന്നപ്പോൾ ഞാൻ ദൈവത്തിന്റെ ശക്തി അനുഭവപ്പെട്ടു. അന്യഭാഷ സംസാരിച്ചവരോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. അഭിഷേകം അവിടേക്ക് വന്നത് ഞാൻ അനുഭവപ്പെട്ടിരുന്നു. ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് അന്യഭാഷയിൽ കൂടി അവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനും അവരോടൊപ്പം തിരിച്ചറിയപ്പെട്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ 2-ാം അധ്യായത്തിൽ പത്രോസിനോടൊപ്പം വിമർശകരുടെ മുമ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. അവൻ ആ വലിയ പ്രസംഗം നടത്തിയപ്പോൾ ഞാൻ അവരോടൊപ്പം തിരിച്ചറിയപ്പെട്ടിരുന്നു. അതെ സാറേ, പ്രവർത്തികൾ 4-ൽ അവർ ഒരുമിച്ച് കൂടിയപ്പോഴും ആ കെട്ടിടം ഇളകിയപ്പോഴും ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. പ്രാർത്ഥനാ യോഗത്തിന് ശേഷം അവർ ഇരുന്നിരുന്നതായ കെട്ടിടം കുലുങ്ങി. അവിടെ ഞാൻ അവരോടൊപ്പം തിരിച്ചറിയപ്പെട്ടിരുന്നു. ഞാൻ പൗലോസിനോടൊപ്പം അരയോമക മധ്യ നിന്നുകൊണ്ട് പ്രസംഗിച്ചിരുന്നു. അതേ സാറേ, ഞാൻ യോഹന്നാനോടൊപ്പം പത്മോസ് ദ്വീപിൽ അവന്റെ 2-ാമത്തെ വരവിനെ കണ്ടിരുന്നു. ഞാൻ മതപരിഷ്കരണത്തിൽ ലൂഥറിനോട് കൂടെ ഉണ്ടായിരുന്നു. ആ തീപ്പരി പ്രചാരകനായ വെസ്ലിയെ തീയിൽ നിന്ന് പിടിച്ചടക്കിയപ്പോൾ ഞാൻ അവരോട് കൂടെ ഉണ്ടായിരുന്നു. ആംഗ്ലിക്കൻ സഭയ്ക്കെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭത്തിൽ ഞാൻ അവരോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് രാത്രിയിൽ ഇവിടെ 1964-ൽ ഫിലാഡൽഫിയയിലെ പെൻസിൽവാനിയയിൽ ഇതാ ഞാനായിരിക്കുന്നു. അതേ കൂട്ടത്തോടൊപ്പം അതേ അനുഭവമായി തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയായിരിക്കും എനിക്കതായിരിക്കണം. ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടിരിക്കുന്നിടത്ത് എനിക്ക് തിരിച്ചറിയപ്പെട്ട് നിന്നിരിക്കണം.
ദൈവത്തിന്റെ ആത്മാവിനെ അനുഭവപ്പെടുന്നതായ ഒരു കൂട്ടം ജനങ്ങളോടൊപ്പം ഞാൻ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. അവൻ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നറിയാവുന്ന ഒരു കൂട്ടം ജനങ്ങളോടൊപ്പം ഞാൻ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനെന്ന് അതറിയുന്നു. കൂടാതെ ഇതൊരു മതഭ്രാന്തല്ലെന്നും ഇത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്നുമുള്ളതാകുന്നു എന്നവർ അറിയുന്നു. ആ കൂട്ടത്തോടൊപ്പം ഇന്ന് രാത്രിയിൽ ഞാനിവിടെ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ദൈവവചനത്തിന്റെ കാരണത്താൽ അവർ മതഭ്രാന്തരെന്നും നാസ്തികരെന്നും വിളിക്കപ്പെട്ടിരിക്കെ തന്നെ ഞാൻ അവരോടൊപ്പം അറിയപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഞാൻ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ലജ്ജിക്കുന്നില്ല. കാരണം രക്ഷിക്കപ്പെടുന്നവരായുള്ളവർക്ക് അത് ദൈവശക്തിയാകുന്നു. ഞാൻ അവരോടൊപ്പം ജീവിക്കുന്ന ലേഖനങ്ങളായിട്ട് സംസാരിക്കപ്പെടുകയും ന്യായീകരിക്കപ്പെടുകയും ദൈവം മനുഷ്യരൂപത്തിൽ സ്ത്രീയിലും പുരുഷനിലും മറക്കപ്പെടുകയും ചെയ്തു. ഓ, ദൈവം തന്റെ എൻമോർഫയിൽ വീണ്ടും സ്വയം അവനെ തന്നെ അനാവരണം ചെയ്തിട്ട് തന്റെ ജനങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ മഹാനായ രാജാവ് തന്റെ തേജസ്സിനെ ഒരു വശത്തേക്കിട്ടു. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ഈ ലോകം എന്നെ കാണുകയില്ല, ഞാൻ അവർക്ക് മറഞ്ഞിരിക്കും. എന്നാൽ നിങ്ങൾ എന്നെ കാണും, കാരണം ഞാൻ നിങ്ങളോട് കൂടെയും നിങ്ങളുടെ ഉള്ളിലും ലോകാവസാനത്തോളം വരെയും ഉണ്ടായിരിക്കും. ലൂഥറിൽ നിന്ന് വെസ്ലിയിലേക്ക് മാറിക്കൊണ്ട് അങ്ങനെ തുടർന്നുകൊണ്ട് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ഞാൻ ഇപ്പോഴും അതേ ദൈവം തന്നെയാകുന്നു. അത് തിരികെ അതിന്റെ യഥാർത്ഥമായ തേജസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ എല്ലാ സഭാ സംഘടനകളുടെ മറകളെയും എല്ലാ ശബ്ദസീമകളെയും തകർത്തിരിക്കുന്നു. ഓ, അത് മതഭ്രാന്താണെന്ന് പറയുന്ന ശബ്ദത്തെ പൊട്ടിച്ചുകൊണ്ട് അതിൽ കൂടി കടന്നു വന്നു. ആ ശബ്ദം അവിടെ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഈ ജനങ്ങളെല്ലാം ഭ്രാന്ത് പിടിച്ചവരാകുന്നു. ആ മറയെ പൊട്ടിച്ചുകൊണ്ട് അവൻ കടന്നു വന്നു. അതെ, അവനത് ചെയ്തു. ഓ, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ യാതൊന്നുമില്ല. എന്നാൽ ഒരു കൂട്ടം മതഭ്രാന്തരാകുന്നു. അവനത് നേരെ പൊട്ടിച്ചു കളഞ്ഞു. ദൈവിക രോഗശാന്തി അങ്ങനെ ഒരു കാര്യമേ ഇല്ല. എന്നാൽ അവൻ അതും പൊട്ടിച്ചു കളഞ്ഞു. ഓ ദൈവമേ, കാരണം അവനത് ചെയ്യുമെന്ന് അവൻ വചനം പറയുന്നു. നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനത്തെ പിടിച്ചടക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രിയിലും ആ ശക്തനായ ജേതാവ് അതാ അവിടെ നിൽക്കുന്നു. അതുമുതൽ എല്ലാ മെത്തഡിസ്റ്റിന്റെയും ബാപ്റ്റിസ്റ്റിന്റെയും പ്രസ്ബിറ്റേറിയൻകാരുടെയും ആ തരത്തിലുള്ള എല്ലാ മറകളെയും അവൻ കീറിയിരിക്കുന്നു. അവൻ ഇപ്പോഴും തന്റെ ജനങ്ങളുടെ ഇടയിൽ സമ്പ്രദായങ്ങളാൽ പിടിച്ചടക്കാനാവാതെ നിൽക്കുന്നു. ജനങ്ങൾക്ക് തോന്നിയത് അവർ പറയുകയും അവർക്ക് തോന്നിയത് അവർ ചെയ്യുകയും അവർക്ക് തോന്നിയത് എന്തുമായിക്കൊള്ളട്ടെ, ദൈവം ആ ശബ്ദത്തിന്റെ സീമയെ കീറിക്കൊണ്ട് അതിൽ കൂടെ കടന്നു വരുന്നു. കൂടാതെ ഓർക്കുക, ഒരു വിമാനം വാസ്തവത്തിൽ ആ ശബ്ദസീമയെ പൊട്ടിച്ചു കഴിയുമ്പോൾ പിന്നെ അതിന്റെ വേഗതയ്ക്ക് യാതൊരു പരിധിയുമില്ലെന്ന് അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു പണ്ടുകാലത്തുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്നും മറ്റുമുള്ളതായ സമ്പ്രദായങ്ങളുടെ അതിര് നിങ്ങൾ തകർക്കുമ്പോൾ, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ, ദൈവത്തിന് ഈ കൺവെൻഷനിൽ വെച്ച് തന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്നും അവർക്ക് എന്താണ് ആവശ്യമെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിയുമെന്നുള്ളതിനും പിന്നെ യാതൊരു പരിധിയുമില്ല. ഒരു ലോകമേളയല്ല, എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയാൽ നിറയ്ക്കപ്പെട്ടും സ്നാനപ്പെട്ടും ഇരിക്കുന്ന ഒരു ലോക ഉണർവായിരിക്കും. എൻമോർഫസ് സ്വയം തന്നെ മനുഷ്യ ശരീരത്തിലേക്ക് മറച്ചു വെക്കുന്നു. ഹല്ലേലൂയ. അതെല്ലാ അതിരുകളെയും എല്ലാ മറകളെയും തകർത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ മൂടുപടത്തെയും അവന്റെ സന്നിധിയെ യാതൊന്നിനും മറച്ചു വെക്കാൻ കഴിയുകയില്ല. ജനങ്ങൾക്ക് അവരുടെ ഹൃദയങ്ങളിൽ വിശക്കുമ്പോൾ അവിടെ തുറക്കപ്പെടാനായി തയ്യാറിരിക്കുന്ന ഒരു മറയുണ്ട്. നിങ്ങൾക്ക് അതിൽ ആശ്രയിക്കാൻ കഴിയും. തന്റെ മഹത്തായ പരിശുദ്ധാത്മാവിനാൽ എല്ലാ മറകളെയും കീറിക്കളഞ്ഞ് അങ്ങനെ ഇന്ന് രാത്രിയിൽ ശക്തനായ ജേതാവായിട്ട് ഇവിടെ ഇതാവൻ നിൽക്കുന്നു. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. രോഗികളെ സൗഖ്യപ്പെടുത്തുകയും വിശ്വാസികളെ സ്നാനപ്പെടുത്തുകയും അവനെല്ലാം ഇപ്പോഴും ചെയ്തിരുന്നത് പോലെ തന്നെ ചെയ്യുന്നു. അവൻ മഹാനായ ജേതാവാകുന്നു. ശിക്ഷാവിധിയിലായിരിക്കുന്ന പിശാചുക്കൾ അവരുടെ ഓട്ടത്തിലായിരിക്കുന്നു. അതെ സാറേ, അവൻ ചുറ്റുപാടുമുള്ളപ്പോൾ അവർ എല്ലായ്പ്പോഴും അങ്ങനെയാകുന്നു. ഇത് അവസാനിപ്പിക്കുമ്പോൾ എനിക്കിത് പറയേണ്ടിയിരിക്കുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പഴയ വയലിൻ വായിക്കുന്ന ഒരാളിന്റെ കഥ ഞാൻ വായിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വശം ഒരു പഴയ വയലിൻ ഉണ്ടായിരുന്നു. അയാളത് വിൽക്കാൻ പോകുകയായിരുന്നു. നിങ്ങൾ പലവട്ടം ഈ കഥ കേട്ടിട്ടുണ്ട്. ഒരു പ്രത്യേക കാര്യത്തിനായി അവർ അത് വിൽക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ലേലം വിളിക്കുന്നയാൾ പറഞ്ഞു, ആരെനിക്ക് ഇത്രയും വില തരും? അയാൾ അതിനെ കുറച്ച് ചില്ലറ കാശ് മാത്രം, ചിലപ്പോൾ 50 സെന്റ്സോ അല്ലെങ്കിൽ എന്തോ അത്രയുമാണ് വില കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വട്ടം 2 വട്ടം പോകുന്നു എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യൻ പിന്നിലായി എഴുന്നേറ്റിട്ട് ഒരു നിമിഷം നിൽക്കണമെന്ന് പറഞ്ഞു. അയാൾ നേരെ കടന്നു വന്നിട്ട് ഇതെടുത്ത് അയാൾ ഈ പാട്ട് പാടിയെന്ന് നമുക്ക് ചിന്തിക്കാം. ഇമ്മാനുവേൽ തൻ ചങ്കിൽ നിന്നൊഴുകും രക്തനദി, പാപികൾ അതിൽ മുങ്ങിയിട്ട് പാപക്കറകൾ മറിഞ്ഞു കിട്ടി. അതിന്റെ ശേഷം അയാൾ അത് അവിടെ വെച്ചപ്പോൾ ആ സ്ഥലത്ത് കരയാതിരുന്ന ആരുമില്ലായിരുന്നു. അതിനുശേഷം അയാൾ ചോദിച്ചു, ആരിതിന് കൊടുക്കും? ഒരാൾ പറഞ്ഞു 5000, മറ്റൊരാൾ 10000. അതിന് പിന്നെ വിലമതിക്കാൻ ഒക്കാത്തതായി തീർന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? ആ വയലിന്റെ പഴയ ഗുരു അതിന്റെ യഥാർത്ഥമായ ഗുണത്തെ വെളിപ്പെടുത്തി കാണിച്ചു. ഓ സഹോദര സഹോദരി, ഈ വചനത്തിന്റെ ഗുരുവായ ഇതെഴുതിയ മഹാനായ പരിശുദ്ധാത്മാവ് സ്നേഹത്തോടുകൂടി തന്റെ വില്ല് തുളച്ചിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അത് വലിച്ചിടട്ടെ. ഇമ്മാനുവേൽ തൻ ചങ്കിൽ നിന്നൊഴുകും രക്തനദി. അപ്പോൾ നിങ്ങൾ അതിന്റെ മുഴുവൻ വിലയെയും അനാവരണം ചെയ്യപ്പെട്ട ദൈവം നേരെയുള്ള കാഴ്ചപ്പാടിൽ വരുന്നത് നിങ്ങൾ കാണും. അതായത് അവൻ പെന്തിക്കോസ്ത് ദിവസം ജനങ്ങളുടെ മേൽ വന്നപ്പോൾ ആയിരുന്ന അതേപോലെ തന്നെയാണെന്നും അവൻ സ്വയം അവനെ തന്നെ, അതായത് കീനോസ്, നേരെ അവരിലേക്ക് കാലിയാക്കി. അത് ശരിയാണ്. നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രണാം, ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞാൻ ഇതും അതും അല്ലെങ്കിൽ മറ്റു പലതും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞേക്കാം. ഒരു ദിവസം ന്യൂ മെക്സിക്കോയിലുള്ള കാൾസ്ബാഡിൽ വെച്ച് എനിക്കൊരു യോഗമുണ്ടായിരുന്നു.
അവിടെ താഴെയുള്ള ഈ വലിയ പഴയ വവ്വാലിന്റെ ഗുഹയിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നു. അത് കാഴ്ചയ്ക്ക് ഒരു ഭൂതാവിഷ്ടമായ സ്ഥലം പോലെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ താഴേക്ക് ചെന്നു. ഞങ്ങൾ അവിടെ താഴേക്ക് ചെന്നപ്പോൾ ഈ മനുഷ്യൻ അവിടെയുള്ള ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് കളഞ്ഞു. ഓ ദൈവമേ, അവിടെ എത്രമാത്രം അന്ധകാരമായിരുന്നുവെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ കഴിയും. അതത്രമാത്രം അന്ധകാരമായിട്ട് നിങ്ങൾക്ക് തന്നെ അത് അനുഭവിച്ചറിയാൻ പറ്റും. ഇത് ഏകദേശം ആ രീതിയിലേക്കുള്ള സമയത്താക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. സഭകൾ ദൈവത്തിന്റെ വചനത്തെ തിരിച്ചറിയാൻ പരാജയപ്പെട്ടു പോകുമ്പോൾ, നമ്മുടെ സിയോൻ പുത്രിമാർ അവർ ചെയ്യുന്നതായ ചെയ്ലുകളെ കാണുമ്പോൾ, നമ്മുടെ സഹോദരന്മാർ പുകവലിക്കുകയും മദ്യപിക്കുകയും ചീത്ത തമാശകൾ പറയുകയും മറ്റുമുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ, അതെല്ലാമായിട്ട് ഇപ്പോഴും ക്രിസ്തുവിൽ അവരുടെ ഏറ്റുപറയലിനെ ഉയർത്തിപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഓ ദൈവമേ, ഇത് ഇരുട്ടാകുന്നു, ഇത് കൂരിരുട്ടാകുന്നു. അവന്റെ വരവിന്റെ അടയാളത്തെ നാം കാണുന്നു. പകൽ വരുന്നതിന് മുമ്പ് എപ്പോഴും ഇരുട്ടാകുന്നു. അതിനുശേഷം പ്രഭാത നക്ഷത്രം വന്ന് പകലിനെ അഭിവാദ്യം ചെയ്യുകയും അതിന്റെ ആഗമനത്തെ പ്രഖ്യാപിക്കുകയും അത് വരുന്നുവെന്ന് കാണിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, അവിടെ വെച്ച് അവർ പ്രകാശം ഓഫ് ചെയ്ത് കളഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചു പെൺകുട്ടി അവൾക്ക് കഴിയാവുന്നത്രയും ഒച്ചത്തിൽ നിലവിളിച്ചു. അവിടെ ഒരു കൊച്ചു ബാലൻ ആ വഴികാട്ടിയുടെ അടുക്കലായി നിന്നിരുന്നു. ആ വഴികാട്ടി ഇപ്രകാരം ആ ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നത് അവൻ കണ്ടിരുന്നു. കൂടാതെ ആ കൊച്ചു പെൺകുട്ടി ഏകദേശം ബോധം കെടുന്ന അവസ്ഥയിലായിരുന്നു. അവൾ നിലവിളിച്ചുകൊണ്ട് മേലോട്ടും താഴോട്ടും ചാടുകയായിരുന്നു. ഓ, എന്താണ് അടുത്തതായി സംഭവിക്കാൻ പോകുന്നത്? എന്താണ് കാര്യം? എന്താണ് കാര്യം? അവൻ എന്താണ് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ പറഞ്ഞു, പേടിക്കണ്ട കൊച്ചു സഹോദരി, ഈ ലൈറ്റുകളെ തിരികെ ഓൺ ചെയ്യാൻ കഴിയുന്ന ഒരാൾ ഇവിടെയുണ്ട്. ശ്രദ്ധിക്കുക സഹോദരി, നിങ്ങൾ കുറച്ചു പേരെ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഭയപ്പെടേണ്ട, ഈ ലൈറ്റുകളെ തിരികെ ഓൺ ചെയ്യാൻ കഴിയുന്ന ഒരാൾ ഇവിടെയുണ്ട്. അത് പരിശുദ്ധാത്മാവാകുന്നു. നിങ്ങൾ അവനെ വിശ്വസിക്കുന്നുണ്ടോ? ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങാം. നിങ്ങളെ അധിക നേരം ഇരുത്തിയതിൽ എന്നോട് ക്ഷമിക്കണം. ഓ മഹാനായ സ്വർഗീയ ദൈവമേ, നിന്നെ തന്നെ അനാവരണം ചെയ്യുകയും നിന്നെ തന്നെ വെളിപ്പെടുത്തുകയും മഹത്വത്തിന്റെ രാജാവെന്ന് നിന്നെ തന്നെ അറിയിക്കുകയും ചെയ്യുന്നവനെ, ഈ ചെറിയ ചിത്രീകരണങ്ങളെ ഇന്ന് രാത്രിയിലെടുത്ത് ഈ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വീഴാനിടയാക്കണമേ. ഞങ്ങൾ അനാവരണം ചെയ്യപ്പെട്ടവനെ കാണുവാനിടയാക്കുകയും താഴേക്ക് ഇറങ്ങി വന്ന് മന്ദിരത്തിലെ തിരശ്ശീലയിലേക്ക് ഇറുകയും ചെയ്തവനെ, അതിനുശേഷം ആ തിരശ്ശീലയിൽ നിന്നും വെളിയിൽ കടന്നു വന്നിട്ട് പെന്തക്കോസ്ത് ദിവസം മാനുഷിക മൂടുപടങ്ങളിലേക്ക് പ്രവേശിക്കുകയും പിന്നെ എന്നേക്കും അതേപോലെ തന്നെയായിട്ട് തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക് മാറിക്കൊണ്ടുമിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ പ്രകൃതിയിലുള്ള മറ്റെല്ലാം പ്രവർത്തിക്കുന്നത് പോലെ നാം നേരെ തിരികെ ആയിരിക്കുകയും നേരെ തിരികെ യഥാർത്ഥ വിത്തിലേക്കാവുകയും ഒരു സഭാകാലത്തിന് ശേഷം വേറൊന്നിലേക്കാകുകയും അങ്ങനെ ഈ അവസാന കാലത്ത് നാം തിരികെ പെന്തക്കോസ്ത് ദിവസം വീണ യഥാർത്ഥമായ കാര്യത്തിലേക്കാക്കപ്പെടുകയും എല്ലാ തിരുവചനത്തെയും പൂർത്തീകരിക്കുന്നതിനായി സന്ധ്യാസമയത്തെ വെളിച്ചവും കൂടാതെ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങളും ചെയ്യുമെന്ന് അങ്ങനെ ധാരാളം കാര്യങ്ങൾ നിന്റെ വചനത്തിൽ നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പിതാവേ, ഇതുവരെയും ആ മറയെ ഒരിക്കലും പൊട്ടിച്ച് കടന്നു വരാത്തവരെ ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും അനുകരിച്ചുകൊണ്ട് ആ മറയിൽ കൂടി കടന്നുപോയിട്ടുള്ളവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ, പിതാവേ, ഇന്ന് രാത്രിയിൽ അവർക്ക് കൃപ നൽകണമേ. ആ ശക്തനായ വിജയ് അവിടെ നിൽക്കുന്നത് കാണുവാൻ അവരെ ഇടയാക്കണമേ. ക്ഷമിക്കുവാനും നിറയെ ശക്തിയും കൃപയുമായി നിൽക്കുന്നത് കാണുവാൻ ഇടയാക്കണമേ. പിതാവേ, ഇത് അനുവദിച്ചേരണമേ. ഞങ്ങൾ തലകൾ വണങ്ങിയിരിക്കുമ്പോൾ ആരെങ്കിലും ഇവിടെ ഞാനിത് പറയേണ്ടിയിരിക്കുന്നു. അതായത്, നിങ്ങളിൽ എത്ര പേർ സഹോദരൻ പ്രണാം, ഞാൻ എന്റെ കൈകളെ ഉയർത്തുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു? നിങ്ങളുടെ തലകളെ വണങ്ങിക്കൊണ്ട് കൈകളെ ഉയർത്തുക മാത്രം ചെയ്യുക. എനിക്ക് ആ വാസ്തവത്തിൽ ആ വിജയെ കാണാൻ കഴിയുന്നതുവരെ എല്ലാ മറകളെയും പൊട്ടിച്ച് കടന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൈകൾ ബാൽക്കണിയുടെ വലതുവശത്തായി ഉയർന്നിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബാൽക്കണി തൊട്ട് പിന്നിൽ വരെയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വാസ്തവമായിട്ടും ആത്മാർത്ഥതയുള്ളവരായിരിക്കുക. ഇടതുവശത്തായിട്ട് നിങ്ങളുടെ കൈകൾ ഉയർത്തിക്കൊണ്ട്, സഹോദരൻ പ്രണാം, ഞാൻ വർഷങ്ങളായിട്ട് ഒരു ക്രിസ്ത്യാനിയായിട്ടുണ്ടായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ ഞാൻ ഒരിക്കലും ആ തിരശ്ശീലയിൽ കൂടി കടന്നു വന്നിട്ടില്ല. ഞാൻ വാസ്തവത്തിൽ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. പണ്ടവർക്കുണ്ടായിരുന്നത് എന്താണോ അതെനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുക. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഞാനൊരു വളത്തടത്തിലെ ചെടിയാണ് എന്നാണ്. ഒരു വളത്തടത്തിൽ വളർന്ന പൂവിനെ എടുക്കുക, നിങ്ങൾക്കതിനെ പാലനം ചെയ്യുകയും തലോടുകയും തളിക്കുകയും വെള്ളം കൊടുക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ മരുഭൂമിയിൽ വളരുന്ന ആ യഥാർത്ഥ ചെടി അതേ രീതിയിലുള്ള ഒരു പൂവാണ്. അത് കാഴ്ചയ്ക്കും അങ്ങനെയാണ്. അതിനൊരംശം പോലും വെള്ളം കിട്ടുന്നില്ല. എന്നാൽ യാതൊരു വൈകല്യങ്ങളും അതിലില്ല. അത് പരിപരുത്തതാകുന്നു. അത് വാസ്തവത്തിലുള്ളതാകുന്നു. പണ്ടുണ്ടായിരുന്നതായ ക്രിസ്തീയതയെ ഇന്നുള്ള ക്രിസ്തീയതയുമായി നിങ്ങൾക്കൊന്ന് താരതമ്യപ്പെടുത്താൻ കഴിയുമോ? ഇന്ന് ലോകമൊട്ടുക്ക് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ കൂട്ടത്തെ പെന്തക്കോസ്തിന് ശേഷം ഉണ്ടായിരുന്നവരെ പോലെ ആയിരിക്കെ അവരെ പാലനം ചെയ്യുകയും തലോടുകയും ചെയ്തിട്ട് ഒരു സഭയിൽ നിന്നും മറ്റൊന്നിലേക്ക് വന്നിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ എഴുന്നേറ്റിട്ട് ഇറങ്ങിപ്പോകുന്നതിനെ ഒന്ന് ചിന്തിക്കാൻ കഴിയുമോ? ഓ, നിങ്ങൾക്കതൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? ഇല്ല. എന്താണ് കാരണം? അതൊരു പുനരുൽപാദനമാണ്. മോശയുടെ സ്മാരകത്തെ സൃഷ്ടിച്ച മൈക്കൽ ഏഞ്ചലോ, അതിന്റെ ഒരു പുനരുൽപാദനത്തെ നിങ്ങൾക്ക് തീരെ വില കുറഞ്ഞു കിട്ടും. എന്നാൽ അതിന്റെ യഥാർത്ഥമായതോ, 20,000 പടം വരച്ചയാൾ, അതിന്റെ യഥാർത്ഥമായ പടം നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ പോലും കോടിക്കണക്കിനോളം ഡോളേഴ്സ് വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ ഊഹിക്കുന്നു. അതെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. എന്നാൽ അതിന്റെ ഒരു വില കുറഞ്ഞ പുനരുൽപാദനം ഏകദേശം $1.98 വാങ്ങിക്കാൻ കഴിയും. അതേ രീതിയിൽ തന്നെയാണ് ഇന്നും ഒരു സഭയിൽ ചേരുന്ന വില കുറഞ്ഞ ക്രിസ്ത്യാനി ഒരു പുനരുത്പാദനമാണ്. ഒരു സിഗരറ്റ് കൊടുത്തോ അല്ലെങ്കിൽ ഒരു സാധാരണമായ മദ്യപാനമോ കൊടുത്ത് നിങ്ങൾക്ക് അവരെ വാങ്ങിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഒരു മുടി കത്തിരിച്ച് ചുണ്ടിൽ ചായം തേച്ച് സ്ത്രീയെ ഏതെങ്കിലും ലോകത്തിനുള്ളതായ ഒരു പരിഷ്കാരം കൊടുത്ത് വാങ്ങിക്കാൻ കഴിയും.
touch that genuine. എന്നാൽ യഥാർത്ഥമായതിനെ നിങ്ങൾക്ക് തൊടാൻ കഴിയുകയില്ല. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ അവനെ ഞാൻ തുറന്ന കാഴ്ചപ്പാടിൽ കണ്ടു. ഓ ക്രിസ്ത്യാനികളെ, നിങ്ങൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നില്ലേ? ആരെങ്കിലും അവിടെ കൈകൾ ഉയർത്താതെയായിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കൈകളെ ഉയർത്തുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓ, അത് വളരെ നന്നായിരിക്കുന്നു. അങ്ങോട്ട് നോക്കുക മാത്രം ചെയ്യുക. Our Heavenly Father, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനം അങ്ങയിലേക്ക് അസാധുവായിട്ട് ഒരിക്കലും വന്നിരുന്നില്ലല്ലോ. വാഗ്ദത്തം ഉണ്ടാക്കിയവൻ നീ ഒരുവനാകുന്നു. നീ ഇത് പറഞ്ഞിരിക്കുന്നുവെന്ന് പറയുന്നതിനു വേണ്ടി മാത്രം ഞാൻ ഉത്തരവാദിയായിരിക്കുന്നു. ഞാൻ നിന്റെ വാക്കുകളെ വീണ്ടും ഉദ്ധരിക്കുക മാത്രമാണല്ലോ ചെയ്യുന്നത്. you said, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് നീ പറഞ്ഞിരിക്കുന്നു. നീ അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് അതിന്റെ പുനരുൽപാദനമായിട്ട് വിശ്വസിക്കുന്നു എന്ന് പറയുകയും എന്നാൽ അങ്ങനെ ചെയ്യാത്തവരുമായിട്ട് വളരെയധികം പേരുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അതെടുത്ത് കാണിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ കർത്താവെ, കുറച്ച് യാഥാർത്ഥമായിട്ടുള്ളതുമുണ്ടല്ലോ. ഇന്ന് രാത്രിയിൽ നീ അതിവിടെ അനുവദിച്ചേരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതായത് എല്ലാ പുരുഷനും സ്ത്രീയും ആണുമല്ലെങ്കിൽ പെൺകുട്ടിയും അവരേത് രാജ്യക്കാരാണെന്നുള്ളത് ഒരു കാര്യമല്ല. അവരേത് നിറക്കാരായിരുന്നാലും ഏത് സഭയിൽ അവർ ഉൾപ്പെട്ടിരുന്നാലും, ഓ ദൈവമേ, അവരെ നിറയ്ക്കണമേ. may they see the real യേശുവിന്റെ അതേ യഥാർത്ഥമായ പ്രകടനത്തെ ഇന്നവർ നമ്മുടെ ഇടയിൽ കാണുവാൻ ഇടയാക്കണമേ. പെന്തിക്കോസ്തിന്റെ ദിവസം അവൻ സ്വയം അവനെ തന്നെ ഈ കാലഘട്ടത്തിലേക്കുള്ള പരിശുദ്ധാത്മാവായിരിക്കെ വെളിപ്പെടുത്തിയ പോലെ അങ്ങനെ ആയിരിക്കണമേ. അത് അനുവദിച്ചേരണമേ. വചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുകയും പ്രവചനങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയും കാണുമ്പോൾ ഇന്ന് ലോകത്തിലെ സഭയെന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ സഭകളുടെ ലോകസമിതി എന്ന് ഞങ്ങൾ താരതമ്യപ്പെടുത്തുന്നു. അതിനെ പെന്തിക്കോസ്തിന്റെ വാഗ്ദത്വമായിട്ട് താരതമ്യപ്പെടുത്തുന്നു. അവിടെ യാതൊരു തുല്യതയുമില്ല. ആ ചീട്ട് കൊടുത്തിട്ട് ഞങ്ങളുടെ അഴുക്ക് വസ്ത്രങ്ങളെ ഞങ്ങൾക്ക് കഴുകി കിട്ടാൻ കഴിയുകയില്ല. Lord God, if we'll come back to that fountain, എന്നാൽ ദൈവമായ കർത്താവെ, ഞങ്ങൾ തിരികെ ആ നദിയുടെ അടുക്കലേക്ക് വരികയാണെങ്കിൽ അവിടെ കഴുകുന്നതിനുള്ള ഒരു നടപടിക്രമമുണ്ട്. അപ്പോൾ നമ്മുടെ അനുഭവവും ദൈവത്തിന്റെ വചനവും തമ്മിൽ ചേർച്ചയുള്ളതാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഉടമസ്ഥതയെ അവകാശപ്പെടാൻ കഴിയും. ഇന്ന് രാത്രിയിൽ ഈ ജനങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ പരവേൽപ്പിക്കുമ്പോൾ കർത്താവെ, ഇത് അനുവദിച്ചേരണമേ. give to each one what we പിതാവെ, ഓരോരുത്തർക്കും അവരുടെ ആവശ്യങ്ങളെ നീ നൽകണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ നീണ്ട സമയം നിങ്ങൾ നിൽക്കുന്നതിനും കാത്തിരിക്കുന്നതിനും വളരെയധികം നന്ദി പറയുന്നു. കൂടാതെ 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ് കൂടി നിങ്ങളെ ഞാൻ താമസിപ്പിച്ചാൽ ക്ഷമിക്കണം. രാവിലെ നിങ്ങളെ കാണുന്നത് വരെയും ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഈ യോഗത്തെ ഞാൻ തിരികെ, എനിക്ക് തോന്നുന്നു, ഇതിന്റെ ചുമതല വഹിക്കുന്നയാളിന്റെ കയ്യിലേക്ക് ഞാൻ കൊടുക്കുന്നു.